ലൈംഗികാരോപണ പരമ്പരകൾക്കൊടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. നടി റിനി ആൻ ജോർജിന്റെ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം മറ്റൊരു യുവതിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന ഓഡിയോയും സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നതോടെ മുഖം നഷ്ടപ്പെട്ട കോൺഗ്രസ് രാജി അനിവാര്യം എന്ന നിലപാടിലെത്തുകയായിരുന്നു. ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തികയും ദുരനുഭവം വിവരിച്ചു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന വാദം ദുർബല ന്യായങ്ങളോടെ ആവർത്തിച്ച ശേഷമാണ് രാഹുൽ രാജി പ്രഖ്യാപിച്ചത്. പരാതികൾ ലഭിച്ചിട്ടും ഇത്രകാലം രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിച്ചത് എന്തിന് എന്ന ചോദ്യത്തിന് പാർട്ടി ഉത്തരം പറഞ്ഞേ തീരൂ. ഈ ചർച്ചയിൽ ഹണി ഭാസ്കരൻ എഴുത്തുകാരി, ശ്രീ ജിൻഡോ ജോൺ കോൺഗ്രസ്, ശ്രീ വി കെ സനോജ് CPIM, ശ്രീ സി കൃഷ്ണകുമാർ BJP എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജിൻഡോ ജോൺ, താങ്കൾ ഇന്ന് കാണിച്ച ആർജവം അഭിനന്ദനാർഹമാണ് രണ്ട് തലങ്ങളിൽ. ഒന്ന്, ഇന്ന് രാവിലെ സ്വന്തം അനുഭവം തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ റിനി എന്ന ചലച്ചിത്ര പ്രവർത്തകയായ മുൻ മാധ്യമ പ്രവർത്തക സ്ലട്ട് ഷെയ്മിങ്ങിനും വെർബൽ റേപ്പിനും വിധേയമായപ്പോൾ അങ്ങനെ ചെയ്യരുത്, അത് ശരിയല്ല എന്ന് പറഞ്ഞതിന്. രണ്ട്, തൊണ്ടയിൽ പുഴുത്താൽ അത് തുപ്പുന്നതാണ് ഉചിതം എന്ന് പറഞ്ഞതിന്. പക്ഷേ താങ്കളുടെ പാർട്ടി ഈ വിഷയം ആകെ എടുത്താൽ അഭിനന്ദനാർഹമായ നിലപാടാണോ എടുത്തിട്ടുള്ളത്? പരാതികൾ പാർട്ടിയുടെ മുമ്പിൽ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ നേരത്തെ നടപടി എടുക്കേണ്ട വിഷയമായിരുന്നില്ലേ ഇത്? അഭിലാഷ്, ഇതിൽ പാർട്ടിയുടെ നിലപാട് അഭിനന്ദനാർഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. അത് തന്നെയാണ് ശരിയെന്ന് എൻ്റെ വിശ്വാസം. കാരണം മറ്റു പലരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ താരതമ്യം ചെയ്തിട്ടുള്ള നമ്മൾ ഓരോ പാർട്ടിയുടെയും നൈതികത വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ പാർട്ടി ഇന്നെടുത്ത നിലപാട് അതിശക്തമായ ഒരു നിലപാടാണ്. ഇത്രയും കാലം ഇപ്പോൾ പാർട്ടിയുടെ മുമ്പിൽ പരാതികൾ ഉണ്ടായിരുന്നല്ലോ എന്നൊക്കെ താങ്കൾ ഉൾപ്പെടെ പലരും ചോദിക്കുമ്പോൾ പലരും നമ്മളോട് സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങളിൽ അല്ലെങ്കിൽ നമ്മളോട് പലരും രഹസ്യമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു പരാതിയായിട്ട് നമുക്ക് കണക്കിലെടുത്ത് ഒരു സംഘടനാ നടപടിയിലേക്കൊക്കെ പോകുന്നതിന് ചില തടസ്സങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു നടപടി എടുത്താൽ ഇത് ആരുടെ പരാതിയിലാണെന്ന് ചോദിച്ചാൽ പരാതിക്ക് ആളില്ല, പരാതിക്കാരിയുമില്ല, പരാതിക്കാരനും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അതിനൊരു സാങ്ക്ടിറ്റി ഉണ്ടാവില്ല. അപ്പോൾ ഇന്നലെ ഒരു മാധ്യമപ്രവർത്തകയായിട്ടുള്ള റിനിയുടെ പ്രസ്താവനയും ആരെയാണെന്ന് റിനി ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാം പറഞ്ഞു വെച്ചിട്ട് ആളുടെ പേര് മാത്രം പറയാതെ പോകുന്നതിനോട് എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുണ്ട്. അപ്പോൾ പോലും അവർ പറഞ്ഞിരിക്കുന്ന ആക്ഷേപങ്ങൾ, അതിനെ തുടർന്ന് മറ്റ് ആളുകൾ പറയുന്ന ആക്ഷേപങ്ങൾ, ഇതെല്ലാം വരുമ്പോൾ കുറേ കൂടി അതിൻ്റെ ഡെപ്ത് കൂടുതലാണ്. അപ്പോൾ നേതാക്കന്മാരുടെ അടുത്ത് സ്വകാര്യമായിട്ട് പറയുന്നത് പോലെയല്ല ഇതിൻ്റെ ഒരു റീച്ച് പോകുന്നത്. അങ്ങനെ വരുമ്പോൾ പാർട്ടി കുറേ കൂടി ഗൗരവത്തിൽ അതിനെ വിലയിരുത്തുന്നു. അക്കാര്യത്തിൽ വിഷയം എന്നുള്ളതിലുപരി ഒരു സാമൂഹ്യ വിഷയമോ പൊതുവിഷയമോ ആയി കണ്ടാൽ റിനി വളരെ സത്യസന്ധമായി ആർജവത്തോടു കൂടിയാണ് കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അത് കേൾക്കുന്ന ആളുകൾക്ക്, അവരെ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാവും. നമുക്കറിയാം റിനിയുടെ പശ്ചാത്തലം അറിയാം, അവരുടെ കുടുംബ പശ്ചാത്തലം അറിയാം, അവരുടെ രാഷ്ട്രീയം അറിയാം. പിതൃതുല്യമായ സ്നേഹബന്ധമാണ് പ്രതിപക്ഷ നേതാവുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും അവർക്കുള്ളത്. അപ്പോൾ തനിക്ക് കോൺഗ്രസിലെ ഒരു യുവ നേതാവിൽ നിന്ന് നേരിട്ട ദുരനുഭവം പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞിട്ട് അവർ തന്നെ ഇന്നലെ പറഞ്ഞത് അതിലെന്തെങ്കിലും കാര്യമുണ്ടായോ എന്ന് എനിക്കറിയില്ല. നടപടിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അയാളെ ഇനി അത് ചെയ്യരുത്, ഏറ്റവും കുറഞ്ഞത് ഈ കുട്ടിയോട് അത് ചെയ്യരുത് എന്ന നിലയിൽ വിലക്കിയിരുന്നുവെങ്കിൽ പിന്നീട് ഒരു അഡ്വാൻസ് ഉണ്ടാവുമായിരുന്നില്ല. പക്ഷെ അങ്ങനെയല്ല കുട്ടി പറഞ്ഞത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ പരാതിപ്പെട്ടതിന് ശേഷവും ആ അഡ്വാൻസസ് തുടർന്നു എന്നുള്ളതാണ്. വളരെ കൃത്യമായി വിശ്വസിക്കാവുന്ന, 100% വിശ്വസിക്കാവുന്ന വാക്കുകളാണല്ലോ. അപ്പോൾ പിതൃതുല്യമായ സ്നേഹബന്ധമുള്ള ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ട് അതൊരിക്കൽ കൂടി അയാൾ ചെയ്യുന്നില്ല എന്ന് ഉറപ്പാക്കാൻ എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃനിരയ്ക്ക്, പ്രതിപക്ഷ നേതാവിന് കഴിയാത്തത് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം പേഴ്സണലായിട്ട് തന്നെ അഡ്രസ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ന്. അല്ല അഭിലാഷേ, അതിന് മനസ്സിലാക്കുന്നത് പിതൃതുല്യനായിട്ട് കാണുന്ന പ്രതിപക്ഷ നേതാവിനോട് അവർ ആ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഇന്ന് കൃത്യമായിട്ട് അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാനും അതേ വൈകാരികതയോടെ തന്നെ അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് അക്കാര്യത്തിൽ ഇടപെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെല്ലാവരും ചർച്ച ചെയ്യുമ്പോൾ രണ്ട് വ്യക്തികളുടെ സ്വകാര്യതയുടെ ഇടയിൽ വന്നിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസവും അതിനിടയിൽ നടന്നിട്ടുള്ള നൈതികമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പിതൃതുല്യനായിട്ടുള്ള വ്യക്തിയായാലും മറ്റാരായാലും എത്ര ഉന്നത നേതാവായാലും ഈ പാർട്ടിയിലെ ഓരോ പ്രവർത്തകനും നേതാവും എത്തരത്തിൽ മറ്റു സ്ത്രീകളോട് അല്ലെങ്കിൽ മറ്റു സഹപ്രവർത്തകരോട് പെരുമാറണം എന്നുള്ള ഒരു മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റിന്റെ കാവൽക്കാരായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും അത് ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ആ വ്യക്തിയുടെ മാത്രം ഒരു മൂല്യച്യുതിയായിട്ടാണ് കാണുന്നത്. നമുക്കൊക്കെ ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ അയാളുടെ സ്വകാര്യമായിട്ടുള്ള ഇടപെടലുകളിൽ ഇടപെടുന്നതിന് ചില പരിധികളുണ്ടല്ലോ. എത്ര ബന്ധമുള്ള നേതാക്കന്മാർക്കായാലും എത്ര വലിയ നേതാക്കന്മാർക്കായാലും ഇടപെടുന്നതിന് ചില പരിധികളുണ്ട്. അപ്പോൾ ആ പരിധികൾക്കുള്ളിൽ നിന്നിട്ടുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോലും ഈ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വീണ്ടും ഇത്തരത്തിലുള്ള ദുര്യോഗങ്ങൾ ഉണ്ടായപ്പോൾ ഞാൻ വിചാരിക്കുന്നത് റിനി ആനെ പോലുള്ള ആളുകൾ ഇപ്പോൾ ശക്തമായി ഈ നിലപാടെടുത്ത് പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന അവർ ഇപ്പോഴെങ്കിലും പോലീസിൽ പരാതി കൊടുക്കുകയോ അത്തരത്തിലുള്ള നിലപാടെടുക്കണം. പറ്റുമെങ്കിൽ പേരെങ്കിലും വിളിച്ചു പറയണം. അപ്പോഴാണ് കുറേ കൂടി അതിന് നമ്മളൊക്കെ പിന്തുണയ്ക്കുമ്പോൾ പോലും
അങ്ങനെ പുകമറയിൽ നിർത്തിക്കൊണ്ട് അയാളാണ് ഇയാളാണെന്ന് പറയുന്നതിന് പകരം കൃത്യമായിട്ട് പേര് കൂടി പറഞ്ഞു വേണമായിരുന്നു പോകാൻ. എങ്കിലും അവരുടെ സ്വാതന്ത്ര്യമാണ് പേര് പറയണോ വേണ്ടേ എന്നുള്ളത്. അതിനെ കൂടി മാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, കോൺഗ്രസ് പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ നിലപാടിൻ്റെ പുറത്ത് അദ്ദേഹം തന്നെ സ്വയം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മറ്റുള്ളവരിൽ നിന്ന് ഞങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഞങ്ങളുടെ ഇടപെടലും നിലപാടും തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീമതി ഹണി ഭാസ്കരൻ, എഴുത്തുകാരി, നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഗൾഫിൽ നിന്ന്. ഹണി ഭാസ്കരൻ, താങ്കളുടെ അനുഭവം എഴുതിയതാണ്. അവിടെ രാഹുൽ മാങ്കൂട്ടം അപമര്യാദയായി ചാറ്റ് ചെയ്തു എന്നുള്ളതല്ല, സൗഹൃദപൂർവ്വം മര്യാദാപൂർവ്വം ചാറ്റ് ചെയ്തതിന് ശേഷം അതിനെ വേറൊരു തരത്തിൽ സുഹൃത്തുക്കളുടെ ഇടയിൽ ചിത്രീകരിച്ചു. അത് താങ്കൾ അറിയാനിടയായി എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറഞ്ഞ് ആദ്യം രംഗത്ത് വന്ന ആൾ കൂടിയാണ് താങ്കൾ. അതിൽ നിന്ന് രാഹുൽ ചോദിച്ച ചോദ്യം, അങ്ങനെയാണെങ്കിൽ ആര്, ഞാൻ ആരോട് ഹണിയെ മോശപ്പെടുത്തി പറഞ്ഞു എന്ന് ഹണി പറയണം എന്നാണ്. അഭിലാഷേ, ഞാൻ വളരെ കൃത്യമായിട്ട് എന്റെ പോസ്റ്റിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ചാറ്റല്ല എന്റെ വിഷയം. 2 ദിവസം മുൻപ് വരെ എനിക്ക് അയാളോട് രാഷ്ട്രീയ വിയോജിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് വ്യക്തിപരമാവുന്നത് 2 ദിവസം മുൻപ് ഇയാൾ യൂത്ത് കോൺഗ്രസിലെ ഇയാളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്നിട്ട് ഇയാള് ആ ഹെൽത്തി ആയിട്ട് നടന്ന കോൺവെർസേഷനെ കുറിച്ച് ഇയാൾ പറഞ്ഞ മോശം കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഒരു സ്ത്രീയോട് ചാറ്റ് ചെയ്യുന്നത് സ്വന്തം സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്നിട്ട് അവിടെ ഇരുന്നിട്ട് ആളാവാൻ വേണ്ടിയിട്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഇരുന്നിട്ട് ചാറ്റ് ചെയ്യുക. അപ്പുറത്തെ വിരുദ്ധ രാഷ്ട്രീയത്തിൽപ്പെട്ട ഞാനൊരു ഇടതുപക്ഷക്കാരിയാണ്. ഇടതുപക്ഷത്തിരിക്കുന്ന ഒരു സ്ത്രീയോട് പോലും അല്ലെങ്കിൽ അവര് പോലും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് വന്ന് ചാറ്റ് ചെയ്യുകയാണ്. ഇത് ഞങ്ങൾക്കിടയിൽ പതിവാണ്. ഇത്തരത്തിലുള്ള കോൺവെർസേഷനാണ്, അതിനെക്കുറിച്ചാണ് ഞാൻ പരാമർശിച്ചിട്ടുള്ളത്. ഇതിനു മുൻപ് പല സ്ത്രീകളും രാഹുലിന്റെ വിഷയവുമായിട്ട് മുൻപോട്ട് പേര് പറയാതെ വന്ന ആ സമയത്ത് പോലും ഇയാളിലൂടെ ദുരനുഭവം ഉണ്ടായിട്ടുള്ള പല സ്ത്രീകളുടെ അനുഭവങ്ങൾ അറിയാമായിരുന്നിട്ടോ ഞാനടക്കമുള്ള മനുഷ്യര് മിണ്ടാതിരുന്നത് ആ ഇരകളെ ഓർത്ത് മാത്രമാണ്. ഈ ഇരകളൊക്കെ എന്തുകൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരാൻ, നിയമപരമായിട്ട് മുൻപോട്ട് പോകാനോ അല്ലെങ്കിൽ കൂടുതൽ പരാതികളുമായിട്ട് മുൻപോട്ട് വരാത്തതോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ എനിക്ക് ക്ലാരിറ്റി ഉണ്ട്. കാരണം വ്യത്യസ്ത രാഷ്ട്രീയത്തിൽപ്പെട്ട ഒരാളെ കുറിച്ച് ഹെൽത്തി ആയിട്ട് ഒരു ചാറ്റില് അന്നായിരുന്നു ആദ്യത്തെയും അവസാനത്തെയും കോൺവെർസേഷൻ ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതായത് ഇപ്പൊ പല സുഹൃത്തുക്കളും പറഞ്ഞ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം അറിയാമെന്ന് പറഞ്ഞു. താങ്കൾ ശ്രീലങ്കയിൽ പോയ വേളയിലാണ് ഒരു റിയാക്ഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും പിന്നീട് തുടർന്നൊരു ചാറ്റ് നടക്കുകയും ചെയ്തത്. അന്ന് അറിയാമായിരുന്നോ ഇത്തരം കാര്യങ്ങൾ? ഇല്ല, അങ്ങനെ അറിയാമായിരുന്നെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ഞാൻ ഇയാളെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് തന്നെ അതിന്റെ കണ്ടിന്യൂഷനിലേക്ക് ഞാൻ പോകുമായിരുന്നു. പക്ഷേ ഞാൻ അതിന് ശ്രമിക്കാതിരുന്നത് അതുവരെ രാഹുലിന്റെ ഇത്തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് ഒന്നും ആരും പുറത്തേക്ക് അധികം മേ ബി എന്റെ നെഗ്ലിജൻസ് കൊണ്ടാവാം എന്റെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് വേറൊരു പെൺകുട്ടിയുടെ ഇന്ന് ആ പെൺകുട്ടിയുടെ വോയിസ് നോട്ടൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അബോർഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമൊക്കെ മുൻപ് കുറച്ച് 2 ആഴ്ച മുൻപേ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് പോലും അപ്പോഴാണ് എനിക്ക് ബോധ്യം വരുന്നത് ഇയാൾ ശരിക്കും ഒരു കോഴിത്തൂവല് എന്റെ ചാറ്റ് ബോക്സിലേക്ക് ഇട്ടു തന്നതാണ്. പക്ഷെ ഞാൻ അതിനെ ഒരു രീതിയിലും എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമെടുക്കാത്തത് കൊണ്ട് അയാൾ അവസാനം അയച്ച മെസ്സേജ് അവിടെ അനാഥമായി പോവുകയാണ് ചെയ്തത്. അയാൾ പിന്നെ സുഹൃത്തുക്കൾക്കിടയിൽ അയാൾ ധൈര്യപൂർവ്വം ഇത് ചെന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ ഇങ്ങനെ ഈ ഒരു കോൺവെർസേഷനെ വക്രീകരിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എൻ്റെ അടുത്ത് എത്താനുള്ള സാധ്യത കുറവായതുകൊണ്ടാണ് അയാൾ അവർക്കിടയിൽ പോയിരുന്നിട്ട് അത് പറയുന്നത്. പക്ഷേ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് സൗഹൃദങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തക തന്നെയാണ് അവരിലേക്ക് ഈ കാര്യം എത്തുകയും അവരാണ് എന്നെ വിളിച്ചിട്ട് 2 ദിവസം മുൻപ് ഈ വിഷയം അവതരിപ്പിക്കുന്നത്. ഇന്ന് എനിക്ക് തോന്നുന്നു മാതൃഭൂമി ന്യൂസിൽ തന്നെയാണെന്ന് തോന്നുന്നു രാഹുൽ പറയുന്നുണ്ട് ആ ചാറ്റിൽ വേറെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയട്ടെ എന്ന്. ഞാൻ ചാറ്റിനെ കുറിച്ചല്ലല്ലോ, എന്റെ പോസ്റ്റും എന്റെ വെളിപ്പെടുത്തലും അതിനെക്കുറിച്ചല്ല, അയാളുടെ ഈ ആഭാസത്തരത്തെ കുറിച്ചാണ്. സ്ത്രീകളോട് ചേർന്ന് നടക്കുകയും അല്ലെങ്കിൽ അങ്ങോട്ട് പോയി മിണ്ടുകയും അല്ലെങ്കിൽ അയാളുടെ സ്നേഹത്തെയോ അയാളുടെ ബന്ധത്തെയോ വിശ്വസിച്ച് അയാൾക്കൊപ്പം സ്വകാര്യത പങ്കിട്ട സ്ത്രീകളെ കുറിച്ചൊക്കെ ഇയാൾ പുറത്തു പോയി പറയുന്ന ഇത്തരം വർത്തമാനങ്ങള് ഈ സ്ത്രീകൾക്കൊക്കെ വിവരം, അതായത് നിങ്ങളുടെ ചാറ്റിനെ കുറിച്ച് അപകീർത്തികരമായി സംസാരിച്ചു, അതായത് ഒരു സർക്കിളിൽ സംസാരിച്ചു, അത് കേട്ട ആൾക്കാരാണോ, അത് കേട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണോ പറഞ്ഞത്? ഇങ്ങനെ പറയുന്ന ശീലം മറ്റ് സ്ത്രീകളുമായി ചാറ്റ് ചെയ്തതിന് ശേഷം ആ ചാറ്റുകളെ കുറിച്ച് പറയുന്ന ശീലം ഉണ്ടായിരുന്നു എന്നാണോ? അതിൽ ഒരു കുറച്ചുകൂടി വ്യക്തത വരുത്തിയാൽ.
അതെ, തീർച്ചയായിട്ടും. കാരണം അയാളുടെ തോളത്ത് കൈയിട്ട് നടക്കുന്ന ആളാണ് എന്റെ സുഹൃത്തായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകയോട് ഈ കാര്യം പറയുകയും അവരെന്നെ വിളിച്ച് പറയുകയും ചെയ്യുന്നത്. അപ്പോ എനിക്ക് ഇപ്പൊ രാഹുൽ ചോദിച്ചു എന്തുകൊണ്ടാണ് പരാതിയുമായിട്ട് മുൻപോട്ട് പോവാൻ മടിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് എനിക്ക് ഉള്ള ഉത്തരമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മുൻപ് എന്റെ പെൺസുഹൃത്തായിട്ടുള്ള ഒരു സ്ത്രീയുടെ അടുത്ത് രാഹുല് കർഷക സമരം ഡൽഹിയിൽ നടക്കുന്ന സമയത്ത് അവരുടെ അടുത്ത് രാഹുൽ അങ്ങോട്ടേക്ക് പോയി പറഞ്ഞു നമുക്കും പോണം ഡൽഹിക്ക് എന്ന് പറഞ്ഞു. അപ്പൊ അവര് ആദ്യം മനസ്സിലായില്ല ഇയാൾ എന്താ ഉദ്ദേശിച്ചത്. അപ്പൊ ആ സ്ത്രീ റിപ്ലൈ കൊടുത്തു, ഓക്കെ നമുക്ക് എല്ലാവർക്കും ഇതിനെ അനുകൂലിക്കാനാണെന്ന് അവിടെ പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു, ഓക്കെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാന്ന് പറഞ്ഞപ്പോ ഈ രാഹുൽ മാങ്കൂട്ടം അന്ന് എന്റെ സുഹൃത്തിന് മറുപടി പറഞ്ഞത് എല്ലാവരും അല്ല, നമ്മൾ മാത്രമായിട്ട് ഡൽഹിക്കൊരു യാത്ര എന്നുള്ളതാണ്. ഈ കാര്യം ഷാഫി പറമ്പിലിന്റെ അടുത്ത് ഈ സുഹൃത്ത് കൃത്യമായിട്ട് ചെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അന്ന് രാഹുൽ നേതാവായിട്ടില്ല. രാഹുലിന് ഒരു രീതിയിലും ഒരുപാട് സ്ത്രീകൾ ഇടപെടുന്ന ഒരിടമാണ് യൂത്ത് കോൺഗ്രസ്. ഇതിലേക്ക് ഈ ഒരു ഇടത്തേക്ക് കൂടുതൽ വെളുപ്പിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവരാൻ പാടില്ല എന്ന് ഈ സ്ത്രീ ഷാഫി പറമ്പിലിന്റെ അടുത്ത് കൃത്യമായിട്ട് പരാതി പറഞ്ഞിട്ടും ഷാഫി പറമ്പിൽ അതിന് എതിരെ ഒരു നിലപാടും എടുത്തിട്ടില്ല എന്നുള്ള മാത്രമല്ല, ആ സ്ത്രീക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസിൽ തുടരാൻ പറ്റാതെയാവുകയാണ്. എന്റെ മറ്റൊരു സുഹൃത്ത്, കൃത്യമായി പറഞ്ഞാൽ MA ഷഹനാസ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത്, അവര് യൂത്ത് കോൺഗ്രസിലെ തന്നെ രജിത് രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാൾക്കെതിരെ ഇവളെയും മറ്റൊരു കോൺഗ്രസ് നേതാവിനെയും ചേർത്തിട്ട് അശ്ലീല വീഡിയോ ഇറക്കിയതിന്റെ പേരിൽ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിൽ എന്ത് തീരുമാനമാണ് എടുത്തത്? നേരെ ആ സ്ത്രീയെ രാഷ്ട്രീയപരമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് തള്ളി താഴെയിടുകയാണ് ഉണ്ടായത്. അപ്പൊ എന്നെ ഭയപ്പെടുത്തുകയല്ല, ഞാൻ പരാതിയുമായിട്ട് മുൻപോട്ട് പോവാതിരിക്കുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവരൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയാണ്. ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പിന്നീട് അതിലേക്ക് തുടരാൻ പറ്റാത്ത വിധം ഈ ആൾക്കാർ വീണ്ടും തള്ളി താഴെയിടും. അത് ഉണ്ടാവരുത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ആ സ്ത്രീയുടെ പേര് വെളിപ്പെടുത്താത്തതും ഞാൻ പരാതിയുമായിട്ട് ഇപ്പൊ മുൻപോട്ട് പോവാത്തതും. ശരി, ഒറ്റ കാര്യം കൂടി, ജോലിയിലാണ് എന്നറിയാം. ഇപ്പോ താങ്കൾ ഈ കാര്യം പറഞ്ഞതിന് ശേഷം വലിയ തോതിലുള്ള സൈബർ അതിക്രമം ഉണ്ട്. പല നേതാക്കളുടെയും കൂടെ നിൽക്കുന്ന ചിത്രങ്ങളും ഒക്കെ ഉപയോഗിച്ച് താങ്കളെ അധിക്ഷേപിക്കുകയും അവഹേളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങൾ ഓഡിയോ ക്ലിപ്പുകളും ചാറ്റുകളും ഒക്കെ പുറത്തു വന്നതിന് ശേഷം പോലും അതിന് കാര്യമായ ശമനമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു വർത്തമാനം പറഞ്ഞതിന്റെ പേരിൽ, ഒരു നിലപാട് തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആക്രമിക്കപ്പെടുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? അഭിലാഷേ, ഞാൻ എപ്പോഴും സ്ത്രീകൾ ഒരു പരാതിയുമായിട്ട് മുൻപോട്ട് വന്നാൽ ഞാൻ ആ സ്ത്രീക്കൊപ്പം എപ്പോഴും ആദ്യം നിൽക്കാറുണ്ട്. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഈ വൃത്തികെട്ട കൂട്ടങ്ങൾക്കിടയിലേക്ക് വെറുതെ പോയിട്ടൊരു പരാതി പറയുക എന്തുമാത്രം ദുസ്സഹമാണെന്ന് ഞാൻ ഇപ്പം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈബർ അറ്റാക്കിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള, ഞാൻ ഇക്കാലം അത്രയും സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള എന്റെ എല്ലാ ആൺസുഹൃത്തുക്കളുടെയും ചിത്രങ്ങൾ എടുത്ത് അങ്ങേയറ്റം അശ്ലീലം പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ കൂട്ടം. ഞാൻ ഇതിനെ അതിജീവിക്കും. ഞാൻ ഈ ഒരു കാര്യം വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് വരുമ്പോൾ ഏറെ കിട്ടുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. എനിക്കതിനെ അതിജീവിക്കാനുള്ള പ്രാപ്തിയുണ്ട്. പക്ഷെ എന്റെ ചുറ്റുമുള്ള മനുഷ്യർ അങ്ങനെയല്ല. എനിക്ക് കുടുംബമുണ്ട്, എനിക്ക് ബന്ധുക്കളുണ്ട്, എന്നെ സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഇത് വേദനയാണ്. അതിലൊക്കെ അപ്പുറത്തേക്ക് ഈ സുഹൃത്തുക്കളുടെ ഒക്കെ ചിത്രം എടുത്തിട്ട് ഈ വളരെ അശ്ലീലം പടച്ചു വിട്ടുകൊണ്ട് ഇത്തരം വാർത്തകൾ വരുമ്പോൾ അവർക്കൊക്കെ കുടുംബമില്ലേ? അവർക്കെല്ലാം നമ്മളെ പോലെ ഇതിനെ മറികടക്കാനുള്ള ത്രാണിയുണ്ടെന്ന് അഭിലാഷ് വിചാരിക്കുന്നുണ്ടോ? എന്തുമാത്രം വൃത്തികേടുകളാണ് എനിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ വീട്ടുകാരൊക്കെ അവർക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത്തരം സങ്കടങ്ങൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്നെ വേദനിപ്പിക്കുന്നുണ്ട്. പക്ഷെ ഇത്തരം മനുഷ്യർക്ക് എതിരെയുള്ള നിലപാടുകളുമായി ഞാൻ മുൻപോട്ട് പോവുക തന്നെ ചെയ്യും. തീർച്ചയായും. വളരെ നന്ദി മണി ഭാസ്കരൻ സംസാരിച്ചതിന്. തുറന്നു പറയുന്ന, കാര്യങ്ങൾ വിശദീകരിക്കുന്ന, എണീറ്റ് നിൽക്കാൻ ധൈര്യം കാണിക്കുന്ന സ്ത്രീകളെ സ്ലട്ട് ഷെയിം ചെയ്യുന്നത് അവരെ നിശബ്ദരാക്കാനാണ് എന്ന് മാത്രമല്ല, ഇനി ആരും ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ പറയാതിരിക്കുക എന്നത് ഉറപ്പാക്കാൻ കൂടിയാണ്. അങ്ങനെ ഉയരുന്ന നാവുകളെ നിശബ്ദമാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വർത്തമാനം പറയുന്ന സ്ത്രീകളെ അധിക്ഷേപിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിൽ തേജോവധം ചെയ്യുകയും ചിത്രവധം ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ശ്രീ VK സനോജ്, നമ്മൾ ഒരുപക്ഷെ കേരളത്തിൽ പല ഇതുപോലെയുള്ള സ്കാമുകളും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഓരോ മണിക്കൂറിൽ ഓരോന്ന് എന്ന മട്ടിൽ പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഗുരുതര സ്വഭാവമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടം രാജിവെച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? അദ്ദേഹം MLA ആയി തുടരുകയാണ്. MLA മാർ രാജിവെക്കുക എന്ന കീഴ്വഴക്കമാണെങ്കിൽ നമുക്കില്ലതാനും. അഭിലാഷേ, നിങ്ങൾ പറഞ്ഞതുപോലെ ഇതിപ്പം ഓരോ മണിക്കൂറിലും ഓരോ
അതീവ ഗൗരവമുള്ള ആരോപണങ്ങളും അതിൻ്റെ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇപ്പം തുടക്കം കുറിച്ചത് റിനി ആൻ ജോർജ് എന്ന് പറയുന്ന ഒരു നടിയും മാധ്യമപ്രവർത്തകയും മോഡലൊക്കെ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് ആദ്യഘട്ടത്തിൽ ഒരു ആരോപണവുമായിട്ട് രംഗത്ത് വന്നത്. പേര് തുറന്നു പറഞ്ഞില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എല്ലാവിധ സൂചനകളും നൽകുകയും മാധ്യമപ്രവർത്തകർ ആ പേരാണോ എന്ന് ചോദിച്ചപ്പോൾ നിഷേധിക്കാതിരിക്കുകയും ചെയ്തതിൽ കൂടി ആരാണ് എന്താണ് എന്നെല്ലാം വളരെ കൃത്യമായിട്ടും ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഒടുവിൽ ഈ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ കേൾക്കുന്ന വാർത്ത എറണാകുളത്തുള്ള ഒരു ട്രാൻസ്ജെൻഡർ യുവതി അവർക്കുണ്ടായിട്ടുള്ള അങ്ങേയറ്റം മോശമായിട്ടുള്ള അനുഭവം സംബന്ധിച്ച് നേരിട്ട് വന്ന് മാധ്യമങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതുപോലെ നിരവധി ആളുകൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ ചില ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നു, ചില ആളുകൾ സുഹൃത്തുക്കളോട് പറയുന്നു, ചില ആളുകൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ അടുത്ത് പരാതി പറയുന്നു. ഇങ്ങനെ നിരവധി പരാതികൾ ഉയരുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം മുൻനിർത്തി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ഇവരെയെല്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് ചില ഇരകൾ തന്നെ മുന്നോട്ട് വെച്ച ഏറ്റവും ഗൗരവമായിട്ടുള്ള ആരോപണം. ഇപ്പം ആദ്യം ആരോപണം ഉന്നയിച്ച അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം മുൻനിർത്തി സംസാരിച്ച റിനി തന്നെ പറയുന്നത്, എനിക്ക് പ്രതിപക്ഷ നേതാവ് എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്താണ് ഞാൻ കാണുന്നത് എന്നാണ്. അപ്പം മകളുടെ സ്ഥാനമുള്ള, മകളെപ്പോലെ കരുതുന്ന ഒരു കുട്ടി വന്നിട്ട് ഒരു പരാതി പറഞ്ഞിട്ട് ആ പരാതി പൂർണ്ണമായും മുക്കുവല ചെയ്തത്, ആ പരാതി സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് പ്രതിപക്ഷ നേതാവ് എടുത്തോ? ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ തൻ്റെ സ്വന്തം MLA മാത്രമല്ല, അയാൾ പ്രതിപക്ഷ നേതാവാണ്, വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലിരിക്കുന്ന ആളാണ്. അപ്പം ഇത്രയും ഒരു ക്രൈം നടന്നതായി അറിഞ്ഞിട്ട് ആ ക്രൈം നടത്തിയിട്ടുള്ള ആ വ്യക്തിക്ക്, ആ വേട്ടക്കാരന് എല്ലാ പ്രോത്സാഹനവും കൊടുക്കുന്നു, പിന്നീട് തുടർച്ചയായിട്ട് അയാൾക്ക് ചില അധികാരങ്ങൾ കൊടുക്കുന്നു, വിവിധ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു. അപ്പം എല്ലാ അർത്ഥത്തിലും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് VD സതീശൻ സ്വീകരിച്ചത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ട് VD സതീശൻ ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. ഈ കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണം അദ്ദേഹം നടത്തേണ്ടതുണ്ട്. ഇന്നിപ്പോൾ മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ എത്ര ആക്ഷേപത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഈ കക്ഷി തന്നെ, ഈ ആരോപണം നേരിട്ട കക്ഷി തന്നെ ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെക്കുകയാണ്. ഇപ്പൊ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്തോ രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കലിന്റെ ഭാഗമായിട്ട് CPM-ന്റെയും ഇടതുപക്ഷത്തിന്റെയൊക്കെ ആളുകൾ ആരെയൊക്കെ ഇളക്കി വിട്ടിട്ട് ആരോപണം ഉണ്ടാക്കുന്നു എന്നാണ്. ഞങ്ങൾ എവിടെയും ഇദ്ദേഹത്തിന് നേരെ ഒരു ആരോപണവും ആദ്യം ഉന്നയിച്ചിട്ടില്ല. നമുക്കറിയാലോ ഈ ആരോപണമൊക്കെ എങ്ങനെ വന്നു, എങ്ങനെയാണ് ഇതൊക്കെ പുറത്തു വന്നതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ സമയത്ത് ഇത് ഭരണവിരുദ്ധ വികാരത്തിന്റെ അലയൊലികൾ സൃഷ്ടിക്കേണ്ട ഒരു ഘട്ടമാണെന്നും ആ അലയൊലികൾ സൃഷ്ടിക്കുന്നതിൽ ഞാനൊരു തടസ്സമാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തടിതപ്പുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇന്ന് കാണാൻ വേണ്ടി കഴിഞ്ഞത്. അപ്പൊ ഇതൊക്കെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും കൃത്യമായിട്ട് എന്തെങ്കിലും രാഷ്ട്രീയ പകപോക്കലാണ് എന്ന അർത്ഥത്തിൽ ഒരു തരത്തിലും നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി കഴിയില്ല. ഇതെല്ലാം ഇരകളാക്കപ്പെട്ട പെൺകുട്ടികളും അവരുടെ സുഹൃത്തുക്കളും എല്ലാം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിനകത്ത് കോൺഗ്രസിന്റെ ഒരു യുവ നേതൃത്വം എന്ന നിലയിലാണ് ഇവരെല്ലാം VD സതീശനും ഇവരൊക്കെ കൊണ്ടുവന്നത്. ഇവരുടെ പെരുമാറ്റവും ഇവരുടെ സമൂഹത്തിലെ ഇടപെടലും ഇവർ മറ്റുള്ളവർക്കെതിരായി നടന്ന കമന്റുകളെല്ലാം നമ്മൾ കുറെ കാലമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രമാത്രം അഹങ്കാരത്തോടുകൂടി, ധിക്കാരത്തോടുകൂടി, പരസ്പര ബഹുമാനമില്ലാതെ, രാഷ്ട്രീയമായിട്ടുള്ള മാന്യത പുലർത്താതെ ഇവരിങ്ങനെ കേരളത്തിൽ ഇങ്ങനെ വിഹരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഇവർക്ക് ആവശ്യമായ പലവിധ പ്രോത്സാഹനങ്ങളും പല ആളുകളും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്തരം ആളുകളൊക്കെ എവിടെ പോയി? ശരി, ഇപ്പൊ ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്താണല്ലോ, ഏറ്റവും പ്രധാനപ്പെട്ട ഇയാളുടെ സ്പോൺസർ ആണല്ലോ ഈ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധിയായിട്ടുള്ള MP ഉൾപ്പെടെയുള്ള ആളുകൾ. അവരൊക്കെ ഇതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഇത്രമാത്രം തന്റെ സഹപ്രവർത്തകനും സുഹൃത്തും വേട്ടയാടപ്പെടുന്ന സന്ദർഭത്തിൽ ഇവരൊക്കെ എവിടെ പോയി? പല ഘട്ടങ്ങളിലും ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായങ്ങൾ വന്ന് ചാനലുകൾക്ക് മുന്നിൽ പറഞ്ഞിരുന്ന ആളുകൾക്ക് തന്റെ ഒരു സഹപ്രവർത്തകൻ പറയുന്നു എന്നെ ഇടതുപക്ഷം വേട്ടയാടുന്നതാണ് എന്ന്. എന്നാൽ പിന്നെ ഇടതുപക്ഷത്തിന്റെ വേട്ടയാടുന്നത് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അപ്പൊ ഇതെല്ലാം കോണുകൾക്ക് അപ്പുറത്ത് സമൂഹം ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളുണ്ട്. പൊതുപ്രവർത്തകർ നിർബന്ധമായും പാലിക്കേണ്ട ഡെക്കോറമുണ്ട്. അതുമാത്രമല്ല വളരെ ഗുരുതരമായ ചില കുറ്റകൃത്യങ്ങളെ സംബന്ധിക്കുന്ന വിവരങ്ങളും ഈ കാര്യത്തിലുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ശ്രീ C. കൃഷ്ണകുമാർ, ഇപ്പോൾ താങ്കൾ അദ്ദേഹത്തോട് തെരഞ്ഞെടുപ്പിൽ നേരിട്ട് ഏറ്റുമുട്ടിയ ആളാണ്. ഇപ്പോൾ പാലക്കാടിന്റെ MLA ഇപ്പോൾ പാലക്കാടില്ല. സ്വാഭാവികമായും അദ്ദേഹം പാലക്കാട് വരുമ്പോൾ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്ന് ഉറപ്പാണ്. നാളെ അദ്ദേഹത്തെ മുനിസിപ്പാലിറ്റി ക്ഷണിച്ചിരുന്ന പരിപാടിയിൽ പങ്കെടുക്കരുതെന്ന് കാണിച്ചിപ്പോൾ ഒരു നോട്ടീസ് നൽകിയതായി, ഒരു കത്ത് നൽകിയതായി അറിയുന്നു. അപ്പോൾ അദ്ദേഹം പാർട്ടിയിലെ പദവി ഒഴിഞ്ഞിട്ടുണ്ട്. MLA പദവി ഒഴിയും എന്ന് വിചാരിക്കുന്നുണ്ടോ? ശ്രീ അഭിലാഷ്,
ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം തുടരണമോ വേണ്ടയോ എന്നുള്ളതെല്ലാം അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഇത്തരം കാര്യങ്ങൾ പുത്തിരിയായിരിക്കില്ല. അതുകൊണ്ട് അവർക്ക് വേണമെങ്കിൽ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കാം. പക്ഷേ പാലക്കാടിലെ വോട്ടർമാരെ സംബന്ധിച്ചോളം ഇത്തരത്തിലുള്ളൊരു ജനപ്രതിനിധി പാലക്കാടിന് ആവശ്യമില്ല എന്നുള്ളത് ഏകസ്വരത്തിൽ പാലക്കാടിലെ ജനങ്ങൾ പറയും. കാരണം ഇത് കോൺഗ്രസ്സുകാരെ വളരെ ബോധപൂർവം ഇത് അറിഞ്ഞില്ല എന്നടിക്കുക. കഴിഞ്ഞ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും അതുപോലെ തന്നെ ഭാരവാഹികളുമായിട്ടുള്ള ആളുകളെല്ലാം ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കെല്ലാം അറിവ് തന്നിരുന്നു. ഇത്തരം ഒരാളാണ് നിങ്ങളെ പാലക്കാട് മത്സരിക്കാൻ വന്നിരിക്കുന്നത്, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കണമെന്ന്. പക്ഷേ വ്യക്തിഹത്യയിൽ വിശ്വസിക്കാത്തതുകൊണ്ട് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിലെ വിഷയങ്ങൾ കൊണ്ട് ഉന്നയിക്കരുത് എന്നുള്ളതുകൊണ്ട് ഞാനൊന്നും അത്തരം കാര്യങ്ങളെ കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചയും തെരഞ്ഞെടുപ്പ് വേളയിൽ ഉണ്ടാക്കിയില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷവും ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പാലക്കാടിലെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെട്ട് തുടങ്ങിയിരുന്നു. പാലക്കാടിലെ തന്നെ നിരവധി ആളുകൾക്ക് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായതായിട്ട് വ്യക്തിപരമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവരെല്ലാം പരസ്യമായിട്ട് രംഗത്ത് വരാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ നിലപാടാണ് ഏറ്റവും അത്ഭുതകരം. ഇത്രയേറെ ആളുകൾ പരസ്യമായിട്ട് രംഗത്ത് വന്ന് പറഞ്ഞിട്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസിന് പരാതി കിട്ടിയിട്ടില്ല, പരാതി കൊടുക്കട്ടെ എന്ന്. ഒരു ധാർമ്മിക ബോധമുള്ള പാർട്ടിയാണെങ്കിൽ കോൺഗ്രസ് എന്താ ചെയ്യേണ്ടത്? ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധിയെ തുടരാൻ അനുവദിക്കരുത്. ഓരോ മണിക്കൂർ കൂടുന്ന സമയത്ത് പുതിയ പുതിയ ആരോപണങ്ങളല്ലേ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മണിക്കൂർ കൂടുമ്പോഴും പുതിയ വെളിപ്പെടുത്തലുകൾ. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ട്രാൻസ്ജെൻഡറിൻ്റെ വെളിപ്പെടുത്തൽ. ഒരു പൊതുപ്രവർത്തകൻ, ഒരു ജനപ്രതിനിധി ഉപയോഗിക്കേണ്ട വാക്കുകളാണോ ആ ട്രാൻസ്ജെൻഡർ യുവതിയോട് ഉപയോഗിച്ചിട്ടുള്ളത്? കേരളത്തിന് തന്നെ അപമാനമല്ലേ ഇത്തരത്തിലുള്ള ഒരു ജനപ്രതിനിധി കേരളത്തിൻ്റെ നിയമസഭയിലിരിക്കുന്നത്? കോൺഗ്രസ് പറയുന്നത്, ശ്രീ രാഹുൽ ഉച്ചയ്ക്ക് ഉള്ള പത്രസമ്മേളനത്തിൽ പറയുന്നത് ഒരാൾ എന്നോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് രാഹുൽ മാങ്കൂട്ടത്തിലോട് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പോലും എന്താണ് ഭയക്കുന്നത്? അവർക്കും ഇത്തരം കാര്യങ്ങളിൽ രാഹുലിൻ്റെ വിഹിതം പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാഹുലിൻ്റെ ഗോഡ്ഫാദർമാരായിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇത്തരം ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോ അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളോ ഇത്തരം ആരോപണ വിധേയരായിട്ടുള്ള ആളുകളോട് രാജി ആവശ്യപ്പെടാറുണ്ട്. പക്ഷേ ഉച്ചയ്ക്ക് 1:30 മണി വരെ രാഹുലിനോട് ഒരാളും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, ഒരാളും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, അല്ലെങ്കിൽ വിശദീകരണം ചോദിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കോൺഗ്രസ്സിലെ ഒരു വലിയൊരു വിഭാഗം, ഇന്ന് കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് എല്ലാവിധത്തിലുള്ള ഒത്താശയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചെയ്തു കൊടുത്തിരുന്നു എന്നാണ് കരുതുന്നത്. ഈ വെളിപ്പെടുത്തലുകളുമായിട്ട് വന്ന യുവതികൾ പറയുന്നുണ്ടല്ലോ, വി ഡി സതീശനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, ഷാഫി പറമ്പിലിനോട് പരാതി പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കന്മാരോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്ത് പരാതിയാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് ആവശ്യമുള്ളതെന്നാണ് ഞങ്ങൾക്കറിയാത്തത്. മാത്രമല്ല ഈ കഴിഞ്ഞ 3 വർഷം മുമ്പുള്ള തൊട്ടുള്ള പരാതിയാണ്. അപ്പോൾ അതിനിടയിൽ അദ്ദേഹത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് MLA ആക്കുന്നു. ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടാണ് കോൺഗ്രസ് ഇത്തരം താക്കോൽ സ്ഥാനങ്ങളിൽ ഇവരെ എത്തിക്കുന്നത്. ആ ഒരു യുവതി വെളിപ്പെടുത്തിയത്, പരാതി കൊടുത്താൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഒരു MLA എന്നുള്ള സ്ഥാനത്ത് എത്തുമ്പോഴേക്കും, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ ആവുമ്പോഴേക്കും ഒരു യുവതിയോട് ഇത്തരത്തിലുള്ള ഭീഷണി സ്വരത്തിൽ പറയുന്ന ആൾ നാളെ കേരളത്തിലെ സുപ്രധാനമായിട്ടുള്ള സ്ഥാനങ്ങളിലെത്തിയാൽ കേരളത്തിലെ തെരുവുകളിൽ സ്ത്രീകൾക്ക് നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവില്ലേ? ഇത്തരത്തിലുള്ള ആളുകളാണോ പൊതുപ്രവർത്തന രംഗത്ത് വരേണ്ടത്? ഇത്തരത്തിലുള്ള ആളുകളാണോ പൊതുപ്രവർത്തന രംഗത്ത് ഉന്നത സ്ഥാനങ്ങളിൽ വരേണ്ടത്? കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ഇപ്പോൾ തൽക്കാലം ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റിയതുകൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. കോൺഗ്രസ് ധാർമ്മിക ബോധമുള്ള പാർട്ടിയാണെങ്കിൽ ചെയ്യേണ്ടത് MLA സ്ഥാനം രാജിവെപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ട് രാജിവെപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് BJPയുടെ ആവശ്യം. ഈ ജിൻഡോ ജോൺ, കേരളത്തിൽ ഇത് ആദ്യമായി ഉണ്ടാവുന്ന ലൈംഗിക ആരോപണമല്ല. മന്ത്രിമാരടക്കം സമാനമായ ആരോപണങ്ങളിൽ കുടുങ്ങി രാജിവെക്കുന്നതൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ. പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള ഒരു
പ്രകടമായ മാറ്റം എന്നുള്ളത് ഇത് കേവലം ആരോപണമല്ല. ഒരാൾ വെളിപ്പെടുത്തുകയോ ഒരാൾ ആരോപിക്കുകയോ ഒരു പരാതി കൊടുക്കുകയോ ഒന്നും ചെയ്തു എന്നുള്ളതിനപ്പുറത്ത് സംസാരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഡിയോയിൽ ഗർഭചിത്രത്തിന് വേണ്ടി ഒരു കുട്ടിയെ അയാൾ ഫോഴ്സ് ചെയ്യുന്നത് ഓഡിയോ രൂപത്തിൽ ഇപ്പോൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. ചാറ്റുകൾ പബ്ലിക് ഡൊമൈനിലുണ്ട്. വളരെ ഇൻസെൻസിറ്റീവായി അവർ ബ്ലീഡിംഗ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഒന്നും കുഴപ്പമില്ല എന്ന മട്ടിൽ പറയുന്ന, ഡോക്ടറുടെ സേവനം ഇല്ലാതെ തന്നെ ഗർഭചിത്രം നടത്താൻ പറയുന്ന, എനിക്ക് കുട്ടിയോട് ആത്മബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ അതിനെ അവഗണിക്കുന്ന വളരെ ഇൻസെൻസിറ്റീവായ സംസാരത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ പുറത്തുണ്ട്. ഏറ്റവും ഒടുവിൽ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തിക ഇന്നടക്കം വിളിച്ചിട്ടുള്ള ഫോണുകളുടെ റെക്കോർഡുമായിട്ടാണ് വരുന്നത്. എന്ന് പറഞ്ഞാൽ തെളിവ് സഹിതമാണ്. ഈ കേൾക്കുന്ന ആർക്കും ബോധ്യമാവുന്ന, രാഷ്ട്രീയ വ്യത്യാസമൊന്നുമില്ലാതെ കേൾക്കുന്ന ആർക്കും 100% കൺവിൻസിംഗ് ആവുന്ന കാര്യങ്ങളാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. കേവല ആരോപണമോ ആരുടെയെങ്കിലും വെളിപ്പെടുത്തലോ ഒന്നും അല്ല എന്നുള്ളതൊരു പ്രകടമായ വ്യത്യാസമാണ്. അങ്ങനെയുള്ള ഒരു കാര്യം മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി അതിനെ ഒരു രാഷ്ട്രീയ ആരോപണത്തിന്റെ സ്വഭാവത്തിൽ കാണുന്നതിനപ്പുറത്ത് സ്വന്തം പാർട്ടിയിലെയും പുറത്തെയും ഒക്കെ ജനങ്ങൾക്കും സ്ത്രീകൾക്കും ഒക്കെ ആശ്വാസം പകരുന്ന വളരെ ഖണ്ഡിതമായിട്ടുള്ള നിലപാടല്ലേ എടുക്കേണ്ടത്. KPCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹം സ്വന്തം ഇഷ്ടത്തിന് രാജിവെച്ചു എന്നാണ്. ആരും എന്നോട് രാജിവെക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. അപ്പൊ കോൺഗ്രസ് എന്ന പാർട്ടി ഈ കാര്യത്തിൽ എന്ത് നിലപാടെടുത്തു എന്നുള്ളത് ജനങ്ങൾ വിലയിരുത്തില്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, ഞാൻ ഇതിൽ 2-3 പ്രശ്നമുണ്ട്. ഒന്ന്, ഇതിൽ നിയമപരമായിട്ടുള്ള പ്രശ്നം. ഇത്തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നിയമപരമായിട്ട് അത് അഡ്രസ്സ് ചെയ്യും, കേസ് ആയിട്ട് പോകേണ്ടതൊക്കെയാണ് എന്നുള്ളത് പറയുമ്പോൾ തന്നെ ഇതിലൊരു പൊളിറ്റിക്കൽ ലീഡർ പുലർത്തേണ്ട മിനിമം രാഷ്ട്രീയ നൈതികതയുടെ ഒരു പ്രശ്നമുണ്ട്. അതിപ്പോൾ സ്വകാര്യ ജീവിതത്തിലായാലും വ്യക്തി ജീവിതത്തിലായാലും പുലർത്തേണ്ട ഒരു മര്യാദയുടെ ഒരു ഭാഗം കൂടിയുണ്ട്. രണ്ടാമത്തെ, പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാട് കൃത്യമായിട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ്, KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ഇത് ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ പെൺകുട്ടികൾ ആരെങ്കിലും രാഷ്ട്രീയമായിട്ട് വേട്ടയാടാൻ വേണ്ടിയിട്ട് ആയുധമായിട്ട് രംഗത്ത് വന്നാണെന്ന് കോൺഗ്രസിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു നേതാക്കന്മാരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ള, പരാതികൾ പരസ്യമായിട്ട് പരസ്യമാക്കിയിട്ടുള്ള പെൺകുട്ടികൾക്കെതിരെ ഒരു തരത്തിലുള്ള സൈബർ അറ്റാക്കിംഗ് പാടില്ല. അതാണ് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നിലപാട്. ആക്ഷേപിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അത്തരത്തിൽ അഭിപ്രായം പറയുന്ന കുട്ടികളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ അവരുടെ ക്രെഡിബിലിറ്റി ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം വിഷയങ്ങളെ മെറിറ്റോറിയസ് ആയിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടണമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നിലപാട്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇടപെട്ടതും. ഞങ്ങളിപ്പോൾ ഇത് മുൻപ് പലരും സ്വകാര്യമായിട്ട് പറയുന്നത് പോലെയല്ല. ഇതിങ്ങനെ നിരന്തരം ഇത്തരത്തിൽ ആരോപണം തുടർച്ചയായിട്ട് വന്നപ്പോൾ അക്കാര്യത്തിൽ പാർട്ടി നേതാക്കന്മാർ കൂട്ടായി ആലോചിച്ചു. അതിനു മുമ്പ് കൂട്ടായി ആരും ആലോചിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടായില്ല. ഇപ്പം നമുക്കൊക്കെ യാഥാർത്ഥ്യ ബോധത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ സ്വകാര്യമായിട്ട് നമ്മുടെ അടുത്തൊക്കെ എത്രയോ ആളുകൾ പലരെ കുറിച്ചിട്ടും പലതും പറയുന്നുണ്ടാവുമല്ലോ. അതിൻ്റെയൊക്കെ പേരിൽ നമ്മൾക്ക് എങ്ങനെ ഒരു സംഘടനാപരമായിട്ട് നടപടി സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇക്കാര്യത്തിൽ കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം ഇത് വലിയൊരു വിഷയമായിട്ട് ഇപ്പോൾ എല്ലാം കൂടി കൂട്ടി ഇണക്കപ്പെടുമ്പോൾ അത് പരിശോധിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണെന്ന് തോന്നുമ്പോൾ അതിൽ ഇടപെട്ടു. തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ നേതാക്കന്മാർ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം രാജിവെക്കുന്നതാണ് ശരിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചു. കോൺഗ്രസിന്റെ ഇടപെടലിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാകുന്നത്. അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പോഴേ രാജിവെക്കാമായിരുന്നു. അപ്പോൾ കോൺഗ്രസിന്റെ ഇടപെടലിലൂടെ തന്നെയാണ് ഇത് പാർട്ടിയുടെ കൂടി ഒരു ആവശ്യമാണെന്ന് പൊതുജനങ്ങളുടെ മുമ്പിൽ പാർട്ടിയുടെ നൈതികത തെളിവാക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ഇനി രണ്ടാമത്തത് ഈ പേഴ്സണൽ പ്രൈവസി എന്നുള്ളത് ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണല്ലോ. അതിലെന്ത് ഇടപെടൽ നടത്തുന്നു എന്നുള്ളത് അവരുടെ മാത്രം ഒരു സ്വാതന്ത്ര്യമാണ്, അവരുടെ മാത്രം തീരുമാനമാണ്. അവിടെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളെ മുഴുവൻ മൊത്തത്തിലൊരു പാർട്ടിയുടെ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ചുമലിലേക്കും എടുത്തു വെക്കുന്നത് അതൊരു ശരിയായ നിലപാടാണെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ പാടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ പാടില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആരോപണങ്ങൾ വരുമ്പോൾ ഞങ്ങൾ എല്ലാവരും അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകണമെന്ന് അഭിപ്രായം പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരാൾക്കുണ്ടായ കുട്ടിയെ അന്യ സംസ്ഥാനത്തേക്ക് കാശ് വാങ്ങി കടത്തിയതിന്റെ പേരിൽ ആരോപണം നേരിട്ട ശിശു സമിതി നേതാവിനെ ഡിവൈഎഫ്ഐയുടെ നേതാക്കാക്കുമോ? ഷിജു ഖാനെ പോലെയുള്ള ആളുകൾ ഡിവൈഎഫ്ഐയുടെ നേതാവായില്ലേ? അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ ഒരു ഇരയെ കിട്ടുമ്പോൾ വേഗത്തിൽ വേട്ടയാടി പിടിക്കുന്ന ഒരു കൗതുകത്തോടെ ആക്രാന്തത്തോടെ കാണിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ഇത് ഏതെങ്കിലും ഒരു നേതാവിന്റെ മാത്രം പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. നമ്മളെല്ലാം ഈ വിഷയത്തെ കുറെ കൂടി പൊളിറ്റിക്കലായിട്ടുള്ള ഒരു നൈതികതയുടെ പുറത്ത് അഡ്രസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമായിട്ട് എങ്ങനെ എത്ര എളുപ്പത്തിലാണ് പറയാൻ പറ്റുന്ന? അങ്ങനെയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ. CKP പത്മനാഭൻ എങ്ങനെയാണ് രോഗിയാക്കപ്പെട്ടത്, എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് അന്യനാക്കപ്പെട്ടത്? P ശശിയുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ പേരില്ല. ആ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ P ശശിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു, ഞാൻ രോഗിയാക്കപ്പെട്ടതിന്റെ കാരണം ഇതാണെന്ന് പറയുന്നു. അല്ലെങ്കിൽ PK ശശിയുമായി ബന്ധപ്പെട്ട ആരോപണം വരുമ്പോൾ തീവ്രത കുറഞ്ഞ പീഡനമാണെന്ന് പറഞ്ഞ ആളുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നു
രാജിവെക്കണമെന്ന് പറയുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയാക്കപ്പെട്ട് ഒളിവിൽ പോയ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടി കൂട്ടുനിന്ന ആളുകൾ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾ ചെയ്തില്ലേ അപ്പോൾ ഞങ്ങൾ ചെയ്താൽ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വാട്ടബറിറ്ററി തിയറി ഈ കാര്യത്തിൽ പാടില്ല. ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായാലും നമ്മളെല്ലാം പൊതുജനങ്ങളെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വേണം. നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും അല്ലെങ്കിൽ നമ്മുടെ പൊതുജീവിതത്തിലും പുലർത്തേണ്ട മിനിമം മര്യാദകൾ വേണം. ആ മര്യാദകൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതവന്റെ സ്വകാര്യത മാത്രമാണെന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ മാത്രമല്ല, അതൊരു പാർട്ടിയുടെ മൊത്തം ചുമലിലേക്ക് ഭാരമായിട്ട് വരുമ്പോൾ അക്കാര്യത്തിൽ ഇടപെടണം. അക്കാര്യത്തിൽ കോൺഗ്രസ് ഒരുപടി മുന്നേ ഇടപെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പൊ BJPയുടെ പ്രതിനിധി ഇവിടെ വലിയ അഭിപ്രായം പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, കർണാടകയിൽ പ്രജ്വൽ രേവണ്ണെ കുറിച്ചുള്ള ആരോപണം വന്നല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ചെന്നല്ല അദ്ദേഹത്തിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചത്. പ്രജ്വൽ രേവണ്ണ രാജിവെക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോ? ബ്രിജുഭൂഷൺ അതുമായി ബന്ധപ്പെട്ട ആരോപണം വന്നല്ലോ, ഗുസ്തി താരങ്ങളുമായി ബന്ധപ്പെട്ട് രാജിവെപ്പിച്ചോ? അപ്പൊ ജനപ്രതിനിധി സ്ഥാനത്ത് രാജിവെപ്പിക്കുക എന്നുള്ളതിനേക്കാൾ അപ്പുറം ഓരോ പാർട്ടികളും അതിനകത്തും അതിന് പുറത്തും പുലർത്തേണ്ട ചില നൈതികതയിൽ ചില കറക്ഷൻസ് വരുത്തേണ്ടതുണ്ട് എന്നുള്ള ബോധ്യം കോൺഗ്രസിനുള്ളത് കൊണ്ടാണ് ഈ വിഷയത്തിൽ ഇടപെട്ടത്. എത്രയോ കാര്യങ്ങൾ, ഇപ്പോൾ അവിഹിതമായിട്ടുണ്ടായ കുഞ്ഞിന് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് കോടതി വിധി ആർജിച്ചത് CPMന്റെ നേതാവിന്റെ മകനാണ് അല്ലേ? ഞാൻ ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല, അതൊക്കെ നമ്മൾ ചില മര്യാദയുടെ പേരെടുത്ത് പറയാതെ പോകുന്ന അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇല്ലേ എന്ന് പറയുന്നത് പുതിയ കാലത്ത് ഒരു രാഷ്ട്രീയത്തിൽ ഈ വിഷയത്തെ അഡ്രസ് ചെയ്യുന്നത് നമ്മളുടെ ആ വാക്കിന് ബലം കുറയും. പുതിയ കാലത്തെ രാഷ്ട്രീയത്തിൽ കുറെ കൂടി നീതിപൂർവമായിട്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു നേതാവിന്റെ പേരിൽ ഒരു ആരോപണം വരുമ്പോൾ അത് മുഴുവൻ നേതാക്കന്മാരുടെ ഒത്താശയോടുകൂടി പ്രോത്സാഹനത്തിലാണ് നടത്തിയത് എന്ന് പറഞ്ഞാൽ എനിക്ക് അപ്പുറത്ത് ഒരുപാട് നേതാക്കന്മാരുടെ പേരെണ്ണാൻ പറ്റും. അങ്ങനെ എണ്ണി പറയുന്നതല്ല ഇന്നത്തെ ചർച്ചയുടെ ശരി എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട വ്യക്തിയല്ല. അഭിലാഷ് ഒരു കാര്യം കൂടി പറയാം, ഒറ്റ കാര്യം കൂടി ഇതിലെല്ലാം ചർച്ച ചെയ്യപ്പെടണമല്ലോ. 9 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയെ ഒരുപാട് വേട്ടയാടി. ഉമ്മൻചാണ്ടി മരണപ്പെട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഉമ്മൻചാണ്ടി നീതിമാനായിരുന്നു എന്ന്. അവസാനം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയതിൽ എത്ര മാധ്യമങ്ങൾ ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞു. അപ്പൊ അതൊന്നും പറയില്ല. അപ്പൊ ഈ ചർച്ചകൾ കഴിയുമ്പോൾ ആളുകൾ മറക്കും. ഓരോ വ്യക്തികൾക്കും, ഇരയാക്കപ്പെട്ടവർക്കോ വേട്ടക്കാരനായിട്ടുള്ള ആളുകൾക്കോ എല്ലാവർക്കും ഒരുപോലെ തന്നെ നീതി അവകാശപ്പെട്ടതാ നീതി. പിടിക്കപ്പെടുന്നത് വരെ എല്ലാ മോഷ്ടാവും മറ്റേതെങ്കിലും മോഷ്ടാവിന്റെ പുറകെ കള്ളൻ എന്ന് പറഞ്ഞു ഓടിക്കൊണ്ടിരിക്കും. പിടിക്കപ്പെടാത്തോടത്തോളം കാലം ആരും മോഷ്ടാവാകുന്നില്ല. അപ്പോ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അല്ലെങ്കിൽ ആക്ഷേപിക്കുന്നവർ അവരെല്ലാവരും സ്വയം ഒന്ന് ആലോചിക്കേണ്ടത് കൂടിയാണ്. പുതിയ കാലത്തെ പൊളിറ്റിക്സിനെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം എല്ലാവർക്കും ഉണ്ടാകേണ്ട. ശരി, അവിടെ ശ്രീ VK സനോജ് കേവല രാഷ്ട്രീയ പ്രത്യാരോപണങ്ങളുടെ പുറകെ പോകുന്നില്ല. ഇവിടെ ഇപ്പോ കോൺഗ്രസ് പാർട്ടി അതിന്റെ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഈ വരുന്ന തെളിവുകളെ ഒന്നും അങ്ങനെയല്ല എന്ന് പറഞ്ഞ് ഷീൽഡ് ചെയ്യുന്നില്ല. ഇതൊന്നും വസ്തുതയല്ല, ഈ പൊതുമണ്ഡലത്തിലുള്ള പബ്ലിക് ഡൊമൈനിലുള്ള ഈ കാര്യങ്ങൾ വസ്തുതയല്ല, അതല്ലെങ്കിൽ അത് രാഷ്ട്രീയമായി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണെന്ന് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞില്ല. അവരുടെ സൈബർ അണികളും മറ്റുമൊക്കെ ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള പടപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി രാഹുലിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല ആ അർത്ഥത്തിൽ ഇപ്പോ എങ്കിലും എന്നുള്ളത് എങ്ങനെ കാണണം? ആ ഒരു സമീപനം ഇപ്പൊ നോക്കൂ, ഇപ്പൊ MLA-മാരുടെ രാജി എന്ന് പറഞ്ഞാൽ മുൻപ് ഇതേമാതിരിയുള്ള ആരോപണങ്ങൾ ഉയർന്ന MLA-മാർ ആരും രാജിവെച്ചിട്ടില്ല. മുകേഷിനെതിരെ ആരോപണം ഉയർന്നു, വിൻസെന്റിനെതിരെ ആരോപണം ഉയർന്നു, കേസുകളുണ്ടായി. പിന്നെ എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസുകളുണ്ടായി. ഇവരൊക്കെ കേസെടുക്കപ്പെട്ട ആളുകളാണ്, പക്ഷെ ആരും രാജിവെച്ചിട്ടില്ല. അപ്പോൾ ഈ ജനപ്രതിനിധി സ്ഥാനത്തു നിന്നുള്ള രാജി എന്നുള്ളത് നമ്മൾ സാധാരണ നിലയ്ക്ക് ഇവിടെ നടക്കാറുള്ള ഒരു കാര്യമാണോ? അഭിലാഷേ, ഈ ചർച്ചയിൽ ജിൻഡോ ജോൺ പറഞ്ഞു വന്നതെന്താണ്? രാഹുൽ മാങ്കൂട്ടം ഒരു ഇരയാണ് എന്നാണ് ജിൻഡോ ജോൺ പറഞ്ഞ് അവസാനം എത്തിച്ചത്. യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടം ഇരയാണോ? എനിക്ക് ജിൻഡോ ജോണിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് വിധേയമാക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം നടത്തുന്ന ഒരു സംഭാഷണം പുറത്തു വന്നിട്ടുണ്ട്. ഇനിയിപ്പം അത് വ്യാജമായി ആരെങ്കിലും നിർമ്മിച്ചതാണ്, CPMന്റെ സൈബർ ആളുകൾ നിർമ്മിച്ചതാണ് എന്ന് ജിൻഡോ ജോണിന് അഭിപ്രായമുണ്ടോ? അപ്പോൾ യഥാർത്ഥ ഇരയാരാണ്? ഇപ്പോൾ ഉയർന്നു വന്ന വിഷയത്തിൽ ഇര രാഹുലല്ല. ജിൻഡോ ജോൺ വളരെ കഷ്ടപ്പെട്ടിട്ട് രാഹുൽ ഒരു ഇരയാണ് എന്ന് സ്ഥാപിക്കുക വഴി ജിൻഡോ ജോണിനെ സംരക്ഷിക്കുന്ന പണിയെടുക്കുന്ന അഭിലാഷ് ഇപ്പോൾ ചോദിച്ചല്ലോ, ഇവരാരും ഡിഫെൻഡ് ചെയ്യാൻ വന്നിട്ടില്ല എന്ന്. ഈ ചർച്ചയിൽ തന്നെ എത്രമാത്രം വളഞ്ഞ വഴിയിൽ കൂടിയാണ് കോൺഗ്രസിന്റെ വക്താവ് ഇയാളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നിട്ട് കുറേ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതുമായി കൂട്ടിച്ചേർത്ത് വെക്കുകയാണല്ലോ. അപ്പോൾ എന്താ അതിൻ്റെ ഉദ്ദേശം? ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തെ ഡിഫെൻഡ് ചെയ്യുക എന്ന് മാത്രമാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടം ഇവിടെ ഇരയല്ല. രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളോട് പലതരത്തിൽ മോശമായി പെരുമാറുന്നതിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ ഓരോ നിമിഷവും പുറത്തു വന്നിരിക്കുന്ന സന്ദർഭത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വാദിക്കുകയാണ്. ഇപ്പോൾ ഇവർ പറഞ്ഞല്ലോ, രാഹുൽ മാങ്കൂട്ടം എന്തോ വലിയ ഔദാര്യം പോലെ അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു എന്ന്. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഇവർക്ക് വേണ്ടാത്ത നേതാവ് രാജിവെച്ചിട്ടുണ്ടാവും. പക്ഷേ ഇവിടെ ജനങ്ങൾക്ക് മുമ്പിൽ അതല്ല പ്രശ്നം. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ഇവർ നടപടിയെടുത്ത് നീക്കിയെന്ന് ജിൻഡോ ജോൺ ഈ ചർച്ചയിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും രാഹുൽ മാങ്കൂട്ടത്തെ ഡിഫെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ഇയാളെ പോലെയുള്ള ആളുകളെ ഡിഫെൻഡ് ചെയ്യാൻ കോൺഗ്രസ് തയ്യാറല്ല എന്ന്. പക്ഷേ ഇവരെ കൃത്യമായും സംരക്ഷിക്കുകയല്ലേ.
അദ്ദേഹം രാജിവെക്കുന്നതിന് തൊട്ട് മുന്നേ എന്താ പറഞ്ഞത്? എനിക്ക് ഞാൻ നിരവധി കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിച്ചു, ആരും എന്നോട് രാജിയൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല, എന്നോട് രാജിവെക്കാൻ ആരും പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എൻ്റെ ഇഷ്ടത്തിന് രാജിവെക്കുന്നതാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ ഇവർ രാഹുൽ മാങ്കൂട്ടത്തെ ഡിഫെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, സംരക്ഷിക്കുന്നില്ലെങ്കിൽ, ഇവരുടെ നേതാക്കളുടെ മുന്നിൽ തന്നെ കിട്ടിയ പരാതി വെച്ചിട്ട് നേരത്തെ നടപടി എടുക്കണമായിരുന്നു. നേരത്തെ നടപടി എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉയർന്നു വന്ന ഇപ്പം വന്ന തെളിവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു സംഘടനാപരമായ അച്ചടക്ക നടപടി എടുക്കാൻ കെൽപ്പുണ്ടോ കോൺഗ്രസിന്? ജിൻഡോ ജോൺ ഇവിടെ മറുപടി പറയണം. നിങ്ങൾക്ക് കെൽപ്പുണ്ടോ? എന്താണ് നിങ്ങളുടെ നിലപാട്? ഇപ്പോൾ ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പെൺകുട്ടികളെല്ലാം വളരെ മോശം പെൺകുട്ടികളാണല്ലോ, ആണോ? ഇവരിപ്പോൾ ഇതല്ലേ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്? ഈ ചർച്ചയുടെ തുടക്കത്തിലുണ്ടായിട്ടുള്ള ഹണി ഭാസ്കറിനെതിരായിട്ട് ഇവരുടെ സൈബർ ടീം എന്തൊക്കെ പ്രചരണമാണ് നടത്തിക്കൊടുക്കുന്നത്? ഹണി ഭാസ്കർ ഇന്ന് വരെ അവരുടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത പല പുരുഷന്മാരുമായിട്ടുള്ള ഫോട്ടോ മുഴുവൻ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഇവരുടെ അണികൾ പോസ്റ്റ് ചെയ്യുകയാണ്. മുഖമില്ലാത്ത ആളുകളൊന്നല്ല, ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെ താഴേക്കിടയിൽ നിൽക്കുന്ന ആളുകൾ ഇവരുടെ നിർദ്ദേശപ്രകാരം പോസ്റ്റ് ചെയ്തിട്ട് ഇവർ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവർ വളരെ മോശം സ്ത്രീയാണെന്ന് വരുത്തിയിരിക്കുകയാണ്. ഇനി മേലാൽ രാഹുലിനെതിരായിട്ട് ആരെങ്കിലും ഏതെങ്കിലും പെൺകുട്ടി പരാതിയായിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ നേരിടും എന്ന ഇവരുടെ സൂചന കൊടുക്കുന്നത്. ഇപ്പോൾ ഇവരുടെ തന്നെ അനുഭാവി ഇവരുടെ നേതാക്കളുമായിട്ട് അടുത്ത ബന്ധമുള്ള ആണല്ലോ റിനി. ആദ്യം പരാതി ഉന്നയിച്ച ആരോപണം ഉന്നയിച്ച റിനി. ആ റിനിക്കെതിരായിട്ട് എന്തെല്ലാം ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്? ആ പെൺകുട്ടിയെ സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിന്റെ സൈബർ ടീം എത്ര ക്രൂരമായിട്ടാണ് ഇപ്പോൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലൊന്നും ഞങ്ങൾക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ അത് ആളുകൾ എങ്ങനെ വിശ്വസിക്കണം എന്നാണോ പറയുന്നത്? ഇതെല്ലാം വളരെ കൃത്യമായിട്ട് രാഹുലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവരുടെ സൈബർ സംഘം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഇവർ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പിന്നെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് പറയേണ്ടി വരും. ഇപ്പോൾ സോളാറിനെ കുറിച്ചും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ. ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ ഇവിടെ ഉണ്ട്, ആളൊമ്പിൽ വായിക്കാൻ പറ്റുന്ന റിപ്പോർട്ടാണ്. പിന്നെ അന്നത്തെ ഫോൺ കോൾ ലിസ്റ്റൊക്കെ പുറത്തു വന്നിരുന്നു. ആ ലിസ്റ്റ് കണ്ടിട്ട് നിങ്ങളുടെ നേതാവ് മുരളീധരൻ അന്ന് ചോദിച്ചത് ഇവരെല്ലാം രാത്രി ഇങ്ങനെ വിളിക്കുന്നത് കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാനായിരുന്നോ എന്ന് ചോദിച്ച അനുഭവമുണ്ട്. നിങ്ങളുടെ ഒരു MP ഉണ്ടല്ലോ കാസർഗോഡ്, രാജമോഹൻ ഉണ്ണിത്താൻ. ഞാൻ പറയണോ കാര്യങ്ങളെല്ലാം? ഇതൊന്നും ഈ ചർച്ചയിൽ ഞാൻ പറയണമെന്ന് കരുതിയല്ല, അങ്ങനെ ഒരു ചർച്ചയല്ല ഇത്. അപ്പൊ രാജമോഹൻ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങളും ഞാനതൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഞാൻ ജിൻഡോ ജോൺ ചില കാര്യങ്ങളൊക്കെ ഓർപ്പിച്ചുകൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിൽ ഞങ്ങളിങ്ങനെ ഒരു ആരോപണം ഉണ്ടാക്കിയിട്ട് ആരെങ്കിലും വേട്ടയാടാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. ഞങ്ങൾ ഈ കാര്യത്തിലെല്ലാം എടുത്ത നിലപാട് അഭിലാഷിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഞങ്ങൾ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ നടത്തിയ പ്രതികരണം ഉൾപ്പെടെ മനസ്സിലാക്കി. ഞങ്ങളെന്നും ഇവരെയൊന്നും ടാർഗറ്റ് ചെയ്ത് പോകുന്ന ആളല്ല. ഞങ്ങൾ രാഷ്ട്രീയമായി കാര്യങ്ങൾ കാണുന്ന ആളുകളാണ്. രാഷ്ട്രീയമായിട്ട് മാത്രമേ കാര്യങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ ഇരകൾ നേരിട്ട് വന്നിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുന്നു. അത് സംബന്ധിച്ചാണ് ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞിട്ട് അവർ വന്ന് കാര്യങ്ങൾ വെളിപ്പെടുത്തിയതല്ല. ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ട് അവരെ കൊണ്ട് കാര്യങ്ങൾ വെളിപ്പെടുത്താൻ ക്ഷണിച്ചതല്ല. അവരാണ് ആദ്യം ഉന്നയിച്ചത്. അതിനകത്താണ് മറുപടി പറയേണ്ടത്. അല്ലാതെ കിടന്ന് ഈ നിലയിൽ മെഴുകാൻ പാടില്ല. ശരി, ശ്രീ സി കൃഷ്ണകുമാർ, ഇപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ പറയുമ്പോൾ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു, ഞങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, പല ആളുകളും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പല പരാതികൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നതല്ലാതെ ഇന്നിപ്പോ ഈ രാജി അനിവാര്യമായതുകൊണ്ടാണ് ഇന്നലെ വളരെ ധീരമായി വളരെ ആർജവത്തോടുകൂടി ഒരു പെൺകുട്ടി അവർക്ക് നേരിട്ട കാര്യം തുറന്നു പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് എന്ത് വന്നാലും കുഴപ്പമില്ല, ഞാൻ ഭയക്കുന്നില്ല, പക്ഷേ ഇത് ഞാൻ ബാക്കിയുള്ള എല്ലാ സ്ത്രീകൾക്കും വേണ്ടി പറയുന്നു എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ ആയത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ബാക്കി ഇപ്പോൾ ഞങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുകയല്ലാതെ യാതൊരു മാറ്റവും ഉണ്ടാവുമായിരുന്നില്ല. ഇന്നൊരു വിസിൽ ബ്ലോവറെ പോലെ ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ശക്തമായ നിലപാട് മുന്നോട്ട് വെച്ചില്ലായിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ തന്നെ തുടരില്ലായിരുന്നോ? തീർച്ചയായിട്ടും കഴിഞ്ഞ ഏകദേശം ഒരു മാസം മുമ്പാണ് ഈ ഇത്തരത്തിലുള്ള ആരോപണത്തെ സംബന്ധിച്ച് മാധ്യമങ്ങളിലും ഓൺലൈൻ ചാനലുകളിലെല്ലാം വരുന്നത്. കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിനെ സംബന്ധിച്ചോളം അന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു ആരാണ് ഇര, അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ മുഴുവൻ നേതാക്കൾക്കും അറിയാം. അതിൻ്റെ ശബ്ദരേഖയും അതിൻ്റെ വാട്സാപ്പ് ചാറ്റ് ഹിസ്റ്ററിയൊക്കെയാണല്ലോ ഇന്ന് ചാനലുകളിൽ വന്നത്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ സംബന്ധിച്ചോളം ഇതെല്ലാം അറിഞ്ഞിട്ടും ഇത്തരം ആരോപണ വിധേയനായിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് പാർട്ടിക്ക് അകത്തെങ്കിലും ഒരു അന്വേഷണം നടത്താമല്ലോ. പാർട്ടിക്ക് അതിനുള്ള സംവിധാനങ്ങളില്ലേ? അവരുടെ പ്രാദേശികമായിട്ടുള്ള ആളുകളോട്, മറ്റ് പ്രവർത്തകരോടെല്ലാം ചോദിച്ചാൽ കോൺഗ്രസിന് ഇതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള തെളിവ് കിട്ടുമായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഇത്തരത്തിലുള്ള പരാതികൾ ലഭിച്ച സമയത്തും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഗോഡ്ഫാദർമാർക്ക് അദ്ദേഹത്തെ സംരക്ഷിക്കണം എന്നുള്ള ഉറച്ച നിലപാടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 വരെ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കണം എന്നുള്ള നിലപാടുമായിട്ട് തന്നെയാണ് കോൺഗ്രസ് പോയിട്ടുള്ളത്.
മറിച്ചായിരുന്നുവെങ്കിൽ കോൺഗ്രസ് തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ ഇത്തരം ആരോപണം വന്ന സമയത്ത്, വാർത്തകൾ വന്ന സമയത്ത് അതിനെക്കുറിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ, അദ്ദേഹത്തോട് വാണിംഗ് കൊടുക്കാനൊക്കെ തയ്യാറാവുമായിരുന്നു. ഇന്ന് രാഹുൽ എത്ര ധീരമായിട്ടാണ് പറയുന്നത്. എന്നോട് ഒരു കോൺഗ്രസിൻ്റെ നേതാവും സംസാരിച്ചിട്ടില്ല. ഇതൊരു രാഷ്ട്രീയ പാർട്ടിയാണോ, ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയാണോ എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിച്ചു പോവുക. ശ്രീ രാഹുൽ ഇന്ന് പത്രസമ്മേളനത്തിൽ പറയായിരുന്നു, ഞാൻ ഭരണഘടനാ വിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ, നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ. എനിക്ക് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് ചോദിക്കാനുള്ളത്, ഈ ചെയ്ത പ്രവൃത്തിയൊക്കെ നിയമാനുസൃതമായിട്ടുള്ള പ്രവൃത്തിയാണോ? കോൺഗ്രസ് അതാണോ അവരുടെ പ്രവർത്തകർക്കും അവരുടെ വളർന്നു വരുന്ന നേതാക്കന്മാർക്കും പഠിപ്പിച്ചു കൊടുക്കുന്നതെന്നുള്ളത് ചോദിക്കേണ്ടിയിരിക്കുന്നു. അത്ര ആത്മവിശ്വാസത്തോടു കൂടിയിട്ടാണ്, അത്ര ഉറപ്പോടു കൂടിയിട്ടാണ് രാഹുൽ പറയുന്നത്, ഞാൻ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല, ഒരു പ്രവൃത്തി എൻ്റെ ഭാഗത്ത് നിന്ന് നിയമവിരുദ്ധമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇത്ര ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇന്ന് എല്ലാ ചാനലുകളിലും ഇത് സംബന്ധിച്ചുള്ള വോയിസ് ക്ലിപ്പ് വന്നു, വാട്സാപ്പ് ചാറ്റിൻ്റെ ഹിസ്റ്ററികൾ അതിൻ്റെ ടെലികാസ്റ്റ് ചെയ്തിരുന്നു, വാട്സാപ്പ് ചാറ്റിൻ്റെ ഹിസ്റ്ററി. അപ്പോൾ ഈ ചാനലുകൾക്കെതിരായിട്ട് തെറ്റായിട്ട് അവർ ക്രിയേറ്റ് ചെയ്തതാണെങ്കിൽ അവർക്കെതിരായിട്ട് ഒരു ഡിഫമേഷൻ കേസ് ശ്രീ രാഹുലിന് കൊടുക്കാമല്ലോ. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചങ്കൂറ്റുണ്ടോ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഈ വാട്സാപ്പ് ചാറ്റിനെ സംബന്ധിച്ച്, ഈ വോയിസ് ക്ലിപ്പിനെ സംബന്ധിച്ചൊക്കെ അത് വ്യാജമായിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ശത്രുക്കളോ ക്രിയേറ്റ് ചെയ്താണെങ്കിൽ അതിനെതിരായിട്ട് നിയമപരമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ. വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കാണാം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അത്രയേറെ ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് നിയമാനുസൃതമായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകണം. കോൺഗ്രസ് ചെയ്യേണ്ടത് അദ്ദേഹത്തെ MLA സ്ഥാനം രാജിവെപ്പിക്കുക തന്നെയാണ്. അതിൽ കുറഞ്ഞ ഒരു ശിക്ഷാ നടപടിയും ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാനില്ല. ആ സ്ഥാനത്ത് രാജിവെപ്പിക്കണം. കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു, വേറെ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത് BJPയുടെ ആളുകൾ രാജിവെച്ചിട്ടുണ്ടോ? എനിക്ക് കോൺഗ്രസിൻ്റെ പ്രതിനിധിയോട് പറയാനുള്ളത്, നിങ്ങൾ മാതൃക കാണിക്കുക. ഇത്രയേറെ ഒരു മാലപ്പടക്കം പോലെയല്ലേ ആരോപണങ്ങൾ വരുന്നത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ നിരന്തരമായിട്ട് മണിക്കൂറുകളുടെ ഇടയിൽ നിരന്തരമായിട്ട് ഓരോ പുതിയ പുതിയ ആരോപണങ്ങളുമായിട്ട് ആളുകൾ വരുന്ന സമയത്ത് എൻ്റെ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു നടപടിയെടുക്കാൻ, ഇത്ര ഒരു ധീരമായിട്ടുള്ള തീരുമാനമെടുക്കാൻ മടിയെന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ശരി, അവിടെ ശ്രീ ജിൻഡോ ജോൺ ഇന്നലെ റിനി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം, ആ പാർട്ടിയുടെ നേതാക്കളുടെ ഭാര്യമാരും പെൺമക്കളും വരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവിനോടും ആ ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. പ്രധാനപ്പെട്ട പാർലമെന്ററി സ്ഥാനം വഹിച്ച ഒരാളുടെ മകൾക്ക് പോലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പ്രതിപക്ഷ നേതാവിനോട് തന്നെ ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും പരാതി പാർട്ടിക്കുള്ളിൽ വരേണ്ടതല്ലേ? കാരണം പാർട്ടി അനുഭാവികളോ പാർട്ടി ബന്ധുക്കളോ പാർട്ടി പ്രവർത്തകരോ ഒക്കെ ആയ ആളുകൾ തന്നെയാണ് ഇതിന്റെ റിസീവിംഗ് എൻഡിലുള്ളത്. ഞാൻ കേട്ടത് 9 പരാതി AICCയുടെ മുമ്പിൽ ഉണ്ട് എന്നാണ്. മാധ്യമങ്ങളിലൊക്കെ അങ്ങനെ വന്നു. പക്ഷെ നമ്മളത് കാണാത്തത് കൊണ്ട് ഉറപ്പിച്ചു പറയാൻ കഴിയില്ലല്ലോ. പാർട്ടിയുടെ മുമ്പിൽ വരാതിരിക്കില്ല എന്ന് മാത്രമല്ല, ഇത് ഒരു മാസമായി സജീവമായി പൊതുസമൂഹത്തിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ചർച്ചയിൽ ഉണ്ട് താനും. ആത്മാർത്ഥമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തരം പ്രവൃത്തികൾ പരിശോധിക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ്? കോൺഗ്രസ് ഇവിടെ ഗോഡ് ഫാദർമാർ എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടു. VD സതീശനും ഷാഫി പറമ്പിലും ഗോഡ് ഫാദർമാരായി സംരക്ഷിച്ചത് കൊണ്ടാണ് ഇതുവരെ, അല്ലെങ്കിൽ ഇത്രയും ഇവിടെ പറഞ്ഞതുപോലെ മാലപ്പടക്കം പോലെ ആരോപണം വരുന്നു. ഇത്രയധികം ആരോപണങ്ങൾ ഒരാൾക്കെതിരെ ഉണ്ടായിട്ട് അയാൾ പാർട്ടിയിൽ ഒരു പോറൽ പോലും ഇല്ലാതെ മുകളിലേക്ക് കുതിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതെന്തുകൊണ്ടാണെന്ന് സാമാന്യ ജനം ചിന്തിക്കില്ലേ? അല്ല, എനിക്ക് മനസ്സിലായത് നമ്മളിപ്പോൾ ഈ വിഷയത്തിൻ്റെ അത്തരം ഒരു നൈതികതയുടെ, അതായത് ഈ വിഷയത്തെ ഏത് രീതിയിൽ കാണണം എന്നുള്ളതിൻ്റെ നൈതിക വിഷയമൊക്കെയാണ് നമ്മൾ ചർച്ച ചെയ്ത് പോയത്. ഇത് കുറെ കൂടി പൊളിറ്റിക്കലായിട്ട് കോൺഗ്രസിനെതിരെയാണ് ആരോപണം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന് രാഷ്ട്രീയമായിട്ട് തന്നെ എനിക്ക് പറയേണ്ടി വരും. ഒന്നാമത്തെ കാര്യം, ഇവിടെ ഞാൻ ഒരു കാര്യം അർദ്ധശങ്കയ്ക്കിടയില്ലാതെ പറയാം. കോൺഗ്രസ് പാർട്ടിക്ക് പൊളിറ്റിക്കൽ മൊറാലിറ്റിയുടെ ട്യൂഷൻ എടുക്കാൻ CPM ആയിട്ടില്ല. കുറേ കാര്യങ്ങളിലൂടെ പറഞ്ഞല്ലോ, അതുകൊണ്ട് പറയാം, രാഹുലിനെ ഡിഫെൻഡ് ചെയ്യാനല്ല ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യാനാണ്. കോൺഗ്രസ് പാർട്ടി എടുത്തിട്ടുള്ള നിലപാട് നീതിയുക്തമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. കാരണം രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു പരാതി രേഖാമൂലം വന്നതായിട്ട് അറിയില്ല. ഈ നിമിഷം വരെ അങ്ങനെ വന്നതായിട്ട് അറിയില്ല. അപ്പോൾ പോലും പലരും പല സ്ഥലത്തും പലരുടെയും ചെവിയിൽ പറഞ്ഞ കേസുകളിലൊക്കെ നടപടിയെടുക്കുമെങ്കിൽ ഈ കേട്ട പരാതിയിൽ നടപടിയെടുക്കുമ്പോൾ CKP പത്മനാഭൻ ജീവനോടെ ഇരിക്കുമ്പോൾ P ശശിയെക്കുറിച്ച് പറഞ്ഞ പരാതിയിൽ നടപടിയെടുത്തോ സനോജെ?
അല്ലെങ്കിൽ ഒരു കുട്ടിയെ അന്യ സംസ്ഥാനത്തേക്ക് കാശ് വാങ്ങി വിറ്റതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിട്ട ഷിജു ഖാനെ ഡിവൈഎഫ്ഐയുടെ നേതാവാക്കിയപ്പോൾ സനോജിനെ പോലുള്ള ആളുകൾ ആ പാർട്ടിയിൽ ഉണ്ടായില്ലേ? ഇതിനെ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല നിങ്ങൾ കാണുന്നത്, രാഷ്ട്രീയമായിട്ട് നിങ്ങൾ കാണാറുമില്ല. കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി ഷാഫിയെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് തോൽപ്പിക്കാൻ പറ്റാത്തതിന്റെ കൊതിക്കറിവ് ഈ രീതിയിലല്ല കാണിക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ലല്ലോ, നീലപ്പെട്ടിയുമായിട്ട് നിങ്ങൾ പാലക്കാട് വന്നല്ലോ, നിങ്ങൾ ഒന്നിച്ച് CJP ആയിട്ട് മത്സരിച്ചവിടെ നിങ്ങൾ പരമാവധി നോക്കിയല്ലോ. അപ്പോൾ ഇങ്ങനെ നിരവധി ഘട്ടത്തിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടതാണ് എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന യാതൊരു പ്രിവിലേജുകളും ഭരണപക്ഷത്തിൻ്റെതായ ഒരു കവറേജും പ്രിവിലേജും കിട്ടാത്ത പ്രതിപക്ഷ MLA മാത്രമായിട്ടുള്ള കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ നിരന്തരം വിമർശിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കേണ്ടത് MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയുമ്പോൾ സകല ഭരണ സംവിധാനങ്ങളുടെ പിന്തുണ കിട്ടുന്ന മുകേഷ് എന്ന് പറഞ്ഞ MLA രാജിവെക്കണ്ടേ? ബലാത്സംഗ കേസിൽ FIR ഇട്ട് കോടതിയിൽ ജാമ്യത്തിൽ നിൽക്കുന്ന മുകേഷ് രാജിവെക്കണ്ടേ? സനോജ് പറയണ്ടേ? ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം അവരുടെ സ്വകാര്യമായിട്ടുള്ള ബന്ധങ്ങളിലുള്ള നൈതികമായിട്ടുള്ള പ്രശ്നമാണ്. അതിനപ്പുറത്ത് ഒരു FIR ഇല്ല, ഒരു കേസില്ല, ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു പരാതി ഇല്ല. അക്കാര്യത്തിൽ നമ്മൾ വിധി പറയുമ്പോൾ ചില മുൻകരുതലുകൾ എടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതിനപ്പുറത്ത് നിങ്ങൾ കുറെ കൂടി പറഞ്ഞാൽ ഈ പിണറായി വിജയനോടൊപ്പം ക്യാബിനറ്റിൽ ഇരിക്കുന്ന ശശീന്ദ്രനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? PK ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? P ശശിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? കടകംപള്ളി സുരേന്ദ്രനെയും തോമസ് ഐസക്കിനെയും ശ്രീരാമകൃഷ്ണനെയും ഒക്കെ സ്വപ്ന സുരേഷ് നിരന്തരം വെല്ലുവിളിച്ചിട്ട് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടികൾ, ഏതെങ്കിലും സ്ത്രീകൾ പലയിടത്ത് നിന്ന് വിളിച്ചു പറയുന്നതിന്റെ പേരിലൊക്കെ നടപടിയെടുക്കുമെങ്കിൽ CPM അങ്ങനെ ഒരു നടപടി എടുത്തോ? ഇനി ആർഷോ ഒരു ദളിത് പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് വെല്ലുവിളിച്ചിട്ട് നിങ്ങൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആക്കിയപ്പോൾ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞിരുന്നോ? അപ്പോൾ രാഷ്ട്രീയമായിട്ട് ഓരോ പാർട്ടിയിലും നേതാക്കന്മാർക്ക് കൊടുക്കുന്ന ഇത് അവരുടെ പൊളിറ്റിക്കൽ പ്രവർത്തനം വെച്ചിട്ടാണ്. അതിനപ്പുറത്ത് അവരുടെ സ്വകാര്യ ജീവിതത്തിൽ അവരുടെ മറ്റ് ഇടപെടലുകളിൽ അവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ മുൻകാല പ്രാബല്യം ഇവർക്കൊക്കെ ബാധകമാകുമോ? അല്ലെങ്കിൽ വൈശാഖൻ എന്ന് പറഞ്ഞ DYFIയുടെ സെക്രട്ടറി ഇനി എന്തിന് ഈ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ട് ആ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തികൾക്കെതിരെ എന്ത് നടപടികളാണ് നീതിപൂർവ്വം എടുത്തത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇനി നടി ആക്രമിക്കപ്പെട്ട കേസ് കേരളത്തിലെ ഒരു കോടതിയിൽ ഇരുന്നിട്ട് അതിന്റെ പെൻഡ്രൈവും CCTV ദൃശ്യങ്ങളും അല്ലെങ്കിൽ മറ്റ് മെമ്മറി കാർഡും ഒക്കെ പരിശോധിക്കാനുള്ള സാഹചര്യം കേരളത്തിലെ കോടതി മുറിക്കുള്ളിൽ പോലും ഉണ്ടാകുന്നു എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള വിഷയത്തെ നിങ്ങൾക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യുക? ഇനി കുറച്ചുകൂടി കടത്തി പറഞ്ഞാൽ NK മാധവനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ P ഗംഗാധരന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു വീട്ടിലെ അമ്മയ്ക്കും മകൾക്കും ഒരേ സമയം ഗർഭമുണ്ടായതിനെ കുറിച്ചിട്ട്. ഇതൊന്നും എന്നെ കൊണ്ട് വിളിച്ച് പറയിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് കുറെ കൂടി നല്ലത്. ഇങ്ങനെ കുറെ കഥകളുണ്ട്. അപ്പൊ നമ്മൾ പഴയ കഥകളെ ചകയാൻ പോയാൽ അത് ആർക്കും അത്ര നല്ലതല്ല. പഴയ കഥകൾ ചകഞ്ഞിട്ടല്ല നമ്മൾ നീതിയെ കുറിച്ചിട്ട് പറയേണ്ടത്. ഒരു കാര്യം കൂടി പറയട്ടെ. ബീഹാറിൽ ഒരു അവിഹിത ഗർഭമുണ്ടായതിന്റെ പേരിൽ ആ കുട്ടിക്ക് നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ബോംബെ ഹൈക്കോടതിയുടെ വിധി വന്നപ്പോ നഷ്ടപരിഹാരം കൊടുത്ത് ഗർഭക്കേസ് ഒതുക്കേണ്ട ഗതികേട് കേരളത്തിൽ വേറൊരു പാർട്ടിക്കും വന്നിട്ടില്ല. മാസപ്പടി കേസിൽ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടി CPMന്റെ സകല പ്രവർത്തകർ വ്യക്തിപരമായ മൂല്യച്യുതിയുടെ പ്രശ്നമാണ് എന്നുള്ളതാണ് അക്കാര്യത്തിലെ കോൺഗ്രസിന്റെ പൊസിഷൻ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശ്രീ സനോജ്, ഇതിപ്പോ കേരളത്തിലെ പൊതുരംഗത്ത് ഇടപെടുന്ന ആളുകളുടെ മൂല്യച്യുതി എന്ന പൊതു ചർച്ചയിലേക്ക് പോയാൽ ഇപ്പൊ പല കാര്യങ്ങൾ പറയാനുണ്ടാവും. മുമ്പ് അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി. അതിനപ്പുറത്ത് ഇപ്പോ ഇന്നലെ ആദ്യമായി വെളിപ്പെടുത്തൽ നടത്തിയ പെൺകുട്ടി പറഞ്ഞത് ഇയാളൊരു ഹബിച്വൽ ഒഫൻഡറാണ്, അതുകൊണ്ട് എനിക്കത് കോൾ ഔട്ട് ചെയ്യണം എന്ന് തോന്നി എന്നുള്ളതാണ്. ഈ ചർച്ച ഇങ്ങനെ ഈ തരത്തിൽ മൂല്യച്യുതി എന്ന ഒരു പോയിന്റിൽ 2 ദിവസം കറങ്ങി അവസാനിക്കുമോ? അഭിലാഷേ, ഈ ചർച്ചയുടെ ദിശ മാറ്റിവിടാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഗ്രസിന്റെ വക്താവ് തുടക്കം മുതൽ ശ്രമിച്ചത്. അപ്പോൾ ആദ്യം അദ്ദേഹം ഞാനിതിനെ ഡിഫെൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും അദ്ദേഹം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താവായിട്ടാണ് ഈ ചർച്ചയിൽ വന്ന് ഇരിക്കുന്നത്. ഇവിടെ ഇപ്പം എന്താണ്, ഇപ്പം പഴയ കഥകളൊക്കെ പറയുകയാണെങ്കിൽ ഈ ചർച്ച തന്നെ അലങ്കോലമാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാരണം ജിൻഡോ ജോണിന്റെ ആവശ്യമാണ് കേരളത്തിലെ മൊത്തം രാഷ്ട്രീയക്കാരും ഇങ്ങനെയാണ്, എല്ലാ മുന്നണിയിലും ഇങ്ങനെയുള്ള ആളുകളുണ്ട്, എല്ലാ പാർട്ടിയിലും ഇങ്ങനെയുള്ള ആളുകളാണ്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് വലിയ കുറ്റമല്ല, പഴയ ഏതോ ചരിത്ര പുസ്തകത്തിൽ ഗർഭമുണ്ടായ കഥയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെയാണ് ഇയാൾ ഇവിടെ വന്ന് സമർത്ഥിക്കുക. അല്പമെങ്കിലും നാണം വേണ്ടേ? അല്പമെങ്കിലും അഭിമാനം വേണ്ടേ? ഇന്നത്തെ ചർച്ച എന്താ? ഞാൻ നേരിട്ട് ചോദിച്ചു. ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് പറയുകയാണ് എന്നെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് പറയുന്നു. മറ്റൊരു കുട്ടിയുടെ വോയിസ് ക്ലിപ്പ്, അതുമായി ബന്ധപ്പെട്ട ചാറ്റ് ലിസ്റ്റ് പുറത്തു വരുന്നു, ഫോൺ സംഭാഷണം പുറത്തു വരുന്നു. അതിനകത്ത് എന്താ പറയുന്നത്? എത്ര ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. എന്തെങ്കിലും തരത്തിൽ മോശമായി പെരുമാറിയെന്ന് മാത്രമല്ലല്ലോ, അവരോട് ഗർഭചിത്രം നടത്താൻ ആവശ്യപ്പെടുന്ന ഫോൺ സംഭാഷണം, അതിന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുന്നു. അത് ഇയാളുടേതല്ല എന്ന് പറയാനുള്ള ധൈര്യം ഇയാൾക്കുണ്ടോ? ഇനി അങ്ങനെയല്ലെങ്കിൽ അയാളെ ബോധപൂർവ്വം അപമാനിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ചാനലുകളെല്ലാം ഇങ്ങനെ വാർത്ത കൊടുക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനെതിരായിട്ടൊരു കേസ് കൊടുക്കാനുള്ള ധൈര്യം ജിൻഡോ ജോൺ ഉപദേശിക്കണം നിങ്ങളുടെ നേതാവിനെ. എന്താ അങ്ങനെ ഉപദേശിക്കാൻ കഴിയാത്തത്? നിങ്ങളിപ്പോൾ കുറേ ചരിത്രമൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. ചരിത്രമൊന്നും വല്ലാതെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട.
അതുകൊണ്ട് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കാലത്തേറ്റെടുത്ത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചുരുങ്ങിയത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ ജനങ്ങളാകെ ചോദിക്കുന്ന ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ ഒരു മാനനഷ്ട കേസ് കൊടുക്കുന്നില്ല? ഇത്രയേറെ ചാനലുകളിൽ ഇയാളെ കേന്ദ്രീകരിച്ച് വാർത്ത വന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനകത്ത് പ്രതികരണം രേഖപ്പെടുത്താൻ വേണ്ടി കഴിയുന്നില്ല? ഇപ്പം നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനോട് തന്നെ ആ കുട്ടി പരാതി പറഞ്ഞിട്ടും പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ട് ആ പരാതി മൂടി വെച്ചു എന്ന് പ്രധാനപ്പെട്ട ചോദ്യമാണ്. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരാളല്ലല്ലോ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഭരണഘടനാ പദവിയുള്ള ഒരാള്, ഒരു പെൺകുട്ടി, തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ പരാതി മൂടി വെച്ചിട്ട് അയാൾക്ക് MLA സ്ഥാനവും വിവിധ സ്ഥാനമാനങ്ങളും കൊടുത്തു എന്ന് ഒരു ഇര വന്നിട്ട് പറയുകയാണ്. എന്നിട്ട് ആ ഇരയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സൈബർ ഇടത്തിൽ ആഹ്വാനം ചെയ്തിട്ട് ഇവിടെ വന്നിരുന്നിട്ട് പണ്ട് ഇന്ന ചരിത്ര പുസ്തകം അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുകയാണ്. ഇത് എന്തൊക്കെയാണ് നിങ്ങൾ ഈ വിളിച്ചു പറയുന്നത്? നമ്മുടെ ആർഷോ ആരോട് ഏത് ഇരയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സൈബർ ഇടത്തിൽ ആഹ്വാനം ചെയ്തത്? കുറെ കാലമായി ഏത് ഇരയെ വേട്ടയാടാൻ വേണ്ടിയിട്ട് സൈബർ ഇടത്തിൽ ആഹ്വാനം ചെയ്തത്? ഞാൻ പറയട്ടെ, അയാൾ ഒരുപാട് കാര്യം പറഞ്ഞു. അയാൾ ഒരുപാട് അഭിലാഷേ, ഒരു മിനിറ്റ് ഞങ്ങളുടെ നേതാക്കളെ നിങ്ങൾ നിങ്ങളുടെ സൈബർ ഗ്രൂപ്പ് ആഹ്വാനം ചെയ്തു. നേതൃത്വം കൊടുക്കുന്ന ആഹ്വാന പ്രകാരം വ്യാപകമായിട്ട് എന്താ സംശയം? നിങ്ങൾ തന്നെ നേതാക്കൾ മറ്റു പലതും ഇരട്ടയുണ്ടെന്ന് പറയുന്നത് മനസ്സിലായോ? ഞാൻ പറഞ്ഞ നിലപാട് പറയാൻ സനോജ് ഒരുപാട് വട്ടം ജനിക്കേണ്ടി വരും. മനസ്സിലായോ? ഞാൻ ആഹ്വാനം ചെയ്തത് തെളിയിക്കാൻ പറ്റും. സനോജിന് തെളിയിക്കാൻ പറ്റുമോ? തെളിയിക്കാൻ പറ്റും സനോജിന്. ആർജവം വേണം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ആർജവം വേണം. സ്വന്തം കാലിന് വെടിവെച്ചിട്ട് സ്വന്തം കാലിന് വെടിവെക്കണ്ടേ? അങ്ങനെ കടകംപള്ളി സുരേന്ദ്രൻ എന്താ പരാതി കൊടുക്കാത്ത മാധ്യമങ്ങൾക്കെതിരെ? സ്വപ്ന സുരേഷിന് പരാതി കൊടുക്കട്ടെ. തോമസ് ഐസക്കിനും പി ശ്രീരാമകൃഷ്ണനും പരാതിയില്ലേ? പിണറായി വിജയന് പരാതിയില്ലേ? അവനവന്റെ കാലിന് വെടിവെച്ചിട്ട് നിന്ന് കാലിക്കറയല്ലേ? കാലിക്കറയല്ലേ? ഞാൻ ആഹ്വാനം ചെയ്തത് തെളിയിക്കാൻ താങ്കൾ വെല്ലുവിളിക്കാം. ആർജവമുണ്ട് താങ്കൾക്ക്. താങ്കൾക്ക് ആർജവമുണ്ടോ? ഞങ്ങളെ കാഫിർ ഈ സുഹൃത്തുക്കൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും. ശരി, നമ്മൾ അത്തരം ഇനിയിപ്പോ ഏറ്റുമുട്ടലിലേക്ക് പോകണം. നമ്മുടെ ചർച്ചയുടെ ഒരു 75% സമയവും സമാധാനപരമായി കഴിഞ്ഞല്ലോ. എന്തായാലും വെളിപ്പെടുത്തുന്ന ആളുകൾ അവർ സംരക്ഷിക്കപ്പെടണം, അവർ ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. വെളിപ്പെടുത്തലുകളുടെ മെറിറ്റ് അനുസരിച്ച് ഏറ്റവും ഉചിതമായ നടപടികൾ ഉണ്ടാവുകയും വേണം. അത് നമ്മുടെ പൊതുസമൂഹത്തിൽ എല്ലാവരുടെയും ആവശ്യമാണ്. അതിൽ രാഷ്ട്രീയ വ്യത്യാസം കാണേണ്ടതില്ല. വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.